നമസ്കാരം. ഇന്ന് ലോക മോൾ ഡേ ആണ്. 23/10/2019 ഇന്നത്തെ ഡേറ്റ് ആണ്. മോൾ എന്ന് പറയുമ്പോൾ അറിയായിരിക്കും, അവഗാഡ്രോ നമ്പർ പരിചയമുണ്ടോ? ഹോമിയോപ്പതിയുടെ അന്തകനായിട്ട് വന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇന്ന് കോയിൻസിഡൻ്റലി രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഏതായാലും നമ്മളുടെ ടോപ്പിക് ഇതാണ്, കാലഹരണപ്പെട്ട ഹോമിയോപ്പതി. കാലഹരണപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ അധികാരിക്കും സംശയമൊന്നും കാണില്ല എന്നറിയാം. എന്നാലും ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണാം. കാലഹരണപ്പെട്ടോ ഒരു ചോദ്യമാണ്. പിന്നെന്തുകൊണ്ട് നിലനിൽക്കുന്നു? ഇവിടെ ഉണ്ടല്ലോ ഹോമിയോപ്പതി. കാലഹരണപ്പെട്ടെങ്കിൽ പിന്നെ ഇവിടെ നടക്കുന്ന ചികിത്സ എന്താണ്, എങ്ങനെയാണ്? ഞാനത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഫലം കിട്ടാത്തത് കൊണ്ട്, ഒരു ഫെയിൽഡ് ഹോമിയോപ്പത്ത് ആയതുകൊണ്ടാണോ ഈ വിമർശനമായിട്ട് രംഗപ്രവേശനം ചെയ്തത്? വേറെ പണിയില്ലാത്തതുകൊണ്ടാണോ എന്നൊരു ചോദ്യമുണ്ട്. എല്ലാത്തിനും ഒടുവിൽ ഈ വിമർശനങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയം അനുവദിക്കുന്നു വിചാരിക്കുന്നു. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട്സ് നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒന്ന് അതിൻ്റെ തിയററ്റിക്കൽ പാർട്ട്, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ, അതിൻ്റെ പ്രാക്ടിക്കൽ പാർട്ട്. നമ്മൾ കാണുന്ന ക്ലിനിക്കുകൾ, മരുന്ന് കമ്പനികൾ, അതുപോലെ ഇത് രണ്ടും അപ്ലൈ ചെയ്തുകൊണ്ട് രോഗികളുടെ അസുഖം മാറുന്നത്, മാറാത്തത്, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്, ഇതെല്ലാം ഇതിൽ നമ്മൾ പറയേണ്ടതുണ്ട്. ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഇവിടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഐഡന്റിറ്റി ക്രൈസിസ് ഇതാണ്, തിയറി വേഴ്സസ് പ്രാക്ടിക്കൽ. സാധാരണ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിലൊരു തിയറി ഉണ്ടെങ്കിൽ അതിനെ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയററ്റിക്കലായിട്ട് പഠിച്ച സംഗതി അപ്ലിക്കബിൾ ആക്കുന്നതിനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പരിശോധിച്ച് കഴിഞ്ഞ കാര്യമാണ് ഹോമിയോപ്പതിയുടെ തിയറി മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ അത് ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റഡ് ആയത്, അതിൻ്റെ ഫൗണ്ടറുടെ വക അപ്ഡേറ്റ് ആക്കിയത് സാമുവൽ ഹാനിമാൻ എന്ന് പറഞ്ഞ ജർമ്മൻ ഒരു ഡോക്ടർ. അദ്ദേഹം അത് ചെയ്തത്, ലാസ്റ്റ് ചെയ്തത് 1842-ലാണ്, ഏതാണ്ട് 177 വർഷം മുൻപ്. 6ാമത്തെ എഡിഷൻ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ വേദഗ്രന്ഥം എന്നൊക്കെ പറയാം. അതിലാണ് ഹോമിയോപ്പതി പ്രാക്ടീസ് എന്താണ്, ഹോമിയോപ്പതി എന്താണ്, അതിൽ മരുന്നുകൾ എങ്ങനെ അപ്ലിക്കബിൾ ആക്കണം, എങ്ങനെ മരുന്ന് ഉണ്ടാക്കണം, എങ്ങനെയാണ് മരുന്ന് കൊടുക്കേണ്ടത്, അസുഖം എന്താണ്, രോഗം ശമനം എന്താണ്, ഇതെല്ലാം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയും അത് വെറുമൊരു പുസ്തകമല്ല. ഹോമിയോപ്പതി മേഖലയിൽ കോളേജുകളിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ അനേകം ടീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, PhD എടുത്തവരുണ്ട്. അതുകൂടാതെ MD കോഴ്സ് ഉണ്ട് ഇതിൽ. അങ്ങനെ 177 വർഷം, ഏകദേശം 200 വർഷം നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ 150 എന്ന് പറഞ്ഞോ. എന്തായാലും അത്രയും പഴക്കമുള്ളൊരു സംഗതി ഇത്രയും ഗഹനമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട്
പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. കാരണം അത് തന്നെ കുറേ പറയാനുള്ളൊരു വിഷയമാണ്. എന്തായാലും എങ്ങനെയാണ് തിയറി, ഏതൊക്കെ രീതിയിലാണ് തിയറി ഔട്ട്ഡേറ്റഡ് ആയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ പ്രസൻറ്റേഷനിലുണ്ട്, യൂട്യൂബിൽ കാണാവുന്നതാണ്. എന്നാലും അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമ്മൾ ഇതിലൊന്ന് സൂചിപ്പിച്ചു പോവാം. ഹോമിയോപ്പതിയുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഹോമിയോപ്പതി പ്രാക്ടീസ് അത് ഹോമിയോപ്പതിക് ആവണമെങ്കിൽ, അതായത് 2 ഡോക്ടർമാരിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, ആ 2 ഡോക്ടേഴ്സിനെ തമ്മിൽ വേർതിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ആവശ്യപ്പെടുകയാണ് ഡിഫൈൻ എ ഹോമിയോപ്പതിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിർവചിക്കും? ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഈ 7 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് 7 കമാൻഡ്മെന്റ് എന്ന് പറഞ്ഞ് ഹാനിമാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലുള്ള സംഗതികളാണ്. അതിൽ ആദ്യത്തത് ലോ ഓഫ് സിമിലിയ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ, സമം സമേന ശാന്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു സംഗതി. അതാണ് ഫസ്റ്റ് നിയമം. ഈ നിയമം ആണ് ഹോമിയോപ്പതിയാക്കുന്നത്. സോ ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ ഒരു ഹോമിയോപ്പതിക് പ്രിസ്ക്രിപ്ഷൻ ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദിസ് ലോ. ഇത് അപ്ലിക്കബിൾ ആയിരിക്കണം. രണ്ടാമത്തത് സിംഗിൾ മെഡിസിൻ, ഒരു മരുന്ന്, ഒരു സമയത്ത് ഒരു മരുന്ന്, അങ്ങനെയാണ്. ഇതും ആ പുസ്തകത്തിലുള്ളതാണ്. മൂന്നാമത്തത് മിനിമം ഡോസ്, കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ അളവിൽ കൊടുക്കണം, ഏറ്റവും കുറച്ച് കൊടുക്കുക മരുന്ന്, ഇങ്ങനൊരു നിയമം. നാലാമത്തത് ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിങ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഹോമിയോപ്പതി മേഖലയിൽ ഉപയോഗിക്കുമ്പോൾ അത് ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അത് കൊടുക്കണം, കൊടുത്തിട്ട് ഉണ്ടാവുന്ന സിംറ്റംസ് നമ്മൾ ശേഖരിക്കണം. അങ്ങനെ എടുക്കുന്ന സിംറ്റംസ് നമ്മൾ എഴുതി വെച്ചിട്ട് അത് രോഗികളിൽ കാണുന്നു. ആ സമയത്ത് ആ ആദ്യം കൊടുത്ത മെഡിസിൻ ഏതാണോ അത് കൊടുത്തുകൊണ്ട് ആ അസുഖം മാറ്റുന്നു, ആ ലക്ഷണങ്ങളെ മാറ്റുന്നു. അസുഖം എന്നുള്ളൊരു ടേം ഇല്ല. കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ എന്താ പറയുക, ഒരു എവിഡൻസ് ബേസ്ഡ്, നമ്മൾ ഇന്ന് പറയുന്ന പോലെ ഒരു ഡയഗ്നോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള സംഗതിയല്ല. അത് സിംറ്റം, ലക്ഷണ ശാസ്ത്രം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. പനിയുടെ ചൂട്, ചുമ എന്ന് പറയുമ്പോൾ ചുമയുടെ ശബ്ദം, അല്ലെങ്കിൽ അതിൻ്റെ കഫത്തിൻ്റെ നേച്ചർ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ വളരെ ഗഹനമായിട്ട്. ഇപ്പോൾ ഒരു വിര ശല്യമായിട്ട്, ഒരു വേം ട്രബിളായിട്ട് പോയാൽ പോലും കമന്നാണോ കിടക്കുന്നത്, മലർന്നാണോ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുക. ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട്, തെറ്റൊന്നുമില്ല, ചോദിക്കാം. കാരണം നമ്മൾ പേഷ്യൻസുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ അതൊക്കെ നല്ലതാണ്. പക്ഷേ അതിൽ നമ്മൾ ഒബ്സസ്ഡ് ആയി പോവാണ് പലപ്പോഴും. ചില ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു പോവാണ്, മണിക്കൂറുകളോളം ഇത്തരം ലക്ഷണങ്ങളെ ഡിഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അവസ്ഥയുണ്ട്. 1.5 മണിക്കൂറും 2 മണിക്കൂറൊക്കെ. അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റി അതിലൊരു മാർക്കറ്റൊക്കെ കണ്ടെത്തുക. ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അതിലൊക്കെ എന്താണ് അർത്ഥമുള്ളതെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അടുത്തത് തിയറി ഓഫ് ക്രോണിക് ഡിസീസസ്, മയാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അസുഖങ്ങൾ ഉണ്ടാകുന്നത് രോഗാണുക്കൾ മൂലമാണെന്നും അതുപോലെയുള്ള മോഡേൺ കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. മയാസ്മ തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി പണ്ട് നിലവിലുണ്ടായിരുന്നു, പ്രാചീന കാലം എന്നൊക്കെ പറയാം. അതായത് അസുഖങ്ങൾ പകരുന്നത് ബാഡ് എയർ ത്രൂ ആണ്, അതിലൂടെയാണ് അസുഖങ്ങൾ പകരുന്നത്. അപ്പോൾ ഒരു പൊല്യൂട്ടൻ എന്നുള്ള ഒരു അർത്ഥം. അതുകൂടാതെ മയാസം എന്ന് പറയുന്ന 3 മയാസങ്ങളാണ്, സോറ, സൈക്കോസിസ്, സിഫിലിസ്. അപ്പോൾ ഇച്ച് ഡിസീസ്, സ്കിൻ കണ്ടീഷൻസിൽ വരുന്ന പ്രശ്നങ്ങൾ, സ്കിൻ കണ്ടീഷൻസ്, അതിനെ തുടർന്നുണ്ടാവുന്ന മറ്റസുഖങ്ങൾ, അതൊരു മയാസമാണ്. അതിനെ നമ്മൾ സോറ എന്ന് വിളിക്കും. ഗൊണറിയ എന്ന് പറഞ്ഞ അസുഖം, അതിനെ തുടർന്നുണ്ടാവുന്നത് സൈക്കോസിസ് എന്ന് വിളിക്കുന്നു. സിഫിലിസ് എന്ന് പറഞ്ഞ മറ്റൊരു അസുഖം, അതിനെ തുടർന്നുണ്ടാവുന്ന, അത് വന്ന് മാറിയതിന് ശേഷമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ സപ്രസ് ചെയ്തതിന് ശേഷമോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സപ്രഷൻ. അസുഖങ്ങൾ അടിച്ചമർത്തുക എന്നുള്ളൊരു വാക്കാണ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഹോമിയോപ്പതി. നമ്മളത് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കരുത്, ഇംഗ്ലീഷ് കഴിക്കരുത്, മോഡേൺ മെഡിസിൻ കഴിക്കരുതെന്നാണ് പറയാം, കേട്ടിട്ടുണ്ടാവും. കാരണം അത് അകത്തേക്ക് നമ്മൾ അടിച്ചിറക്കുകയാണ്, ആണിയടിക്കണ പോലെ. അത് പിന്നെ എവിടെയെങ്കിലും പൊന്തും, ഇതാണ് പറയാം. അപ്പോൾ ഈ രീതിയിൽ
സപ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടോ ഒക്കെ ഉണ്ടാവുന്ന അസുഖങ്ങൾ, അതിന് ആ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസിനെ നമ്മൾ സിഫിലിസ് എന്ന് പറയും. അങ്ങനെ 3 ഗ്രൂപ്പാണ് ബ്രോഡായിട്ട്. അതിനുശേഷം ഒരുപാട് മയാസിംസ് വന്നു, ട്യൂബർക്കുലോസിന് ശേഷമുള്ളത്. പിന്നെ ഇന്നത്തെ കാലത്ത് കുറേ ഉണ്ട്, എയ്ഡ്സ് മയാസം ഉണ്ട്, അതുപോലെ ടൈഫോയിഡ് വന്നതിന് ശേഷം പറയുന്നവരുണ്ട്, ഹെപ്പറ്റൈറ്റിസിന് ശേഷം പറയുന്നവരുണ്ട്, അങ്ങനെ പലതും. പക്ഷെ ഇതൊന്നും ക്ലാരിറ്റി ഇല്ലാത്ത വസ്തുതകളാണ്. ഇതൊക്കെ ഒരു പ്രീ ഹിസ്റ്ററിക് ഇറ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം. അന്നത്തെ കാലത്ത് രൂപപ്പെടുത്തിയിട്ടുള്ള ചില എക്സ്പ്ലനേഷൻസും ചില അനുമാനങ്ങളും മാത്രമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് 2 എണ്ണം. ഒന്ന് വൈറ്റൽ ഫോഴ്സ്, രണ്ടാമത്തത് ഡ്രഗ് ഡൈനാമൈസേഷൻ. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഹോമിയോപ്പതിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സ് തിയറിയാണ്. അതിനെക്കുറിച്ചും ഒരു പ്രസന്റേഷൻ ചെയ്തിരുന്നു, അത് വന്നിട്ടില്ല. വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയോളജി, നമ്മളുടെ ഇന്നത്തെ മൈക്രോബയോളജി, പാത്തോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന കാലത്ത് അസുഖങ്ങൾ എങ്ങനെ പകരുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് അവരുപയോഗിച്ചിരുന്ന ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഹാനിമാൻ ഉപയോഗിച്ചൊരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ഐഡിയോളജിയാണ് ഈ വൈറ്റൽ ഫോഴ്സ് തിയറി എന്ന് പറയുന്നത്. വൈറ്റൽ ഫോഴ്സ് തിയറി പ്രകാരം അഭൗതികമാണ്, ഇമ്മെറ്റീരിയൽ ആണ്. അപ്പോൾ ഒരു അദൃശ്യ ശക്തിയോ അല്ലെങ്കിൽ ഒരു ഈവിൾ സ്പിരിറ്റ് എന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരു ശക്തിയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഓർഗനോളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, അസുഖങ്ങൾ പകരുന്നത്, ചിക്കൻ ബോക്സ് പകരുന്നത് എങ്ങനെയാണ്, 2 കാന്തങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ എങ്ങനെയാണോ അട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ എന്ത് ഫോഴ്സാണോ ആക്ട് ചെയ്യുന്നത്, അതുപോലെയാണ് അസുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്നത് എന്നാണ് ഓർഗനോൾ ഓഫ് മെഡിസിനിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അസുഖങ്ങൾ പകരുന്നത്. അതാണ് ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജുകളിൽ. ഇന്നത്തെ ഓർഗനോൺ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വൈറ്റൽ ഫോഴ്സ് തിയറി അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡൈനാമിക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഡൈനാമിക് ആണ്, അതായത് അഭൗതികമാണ്. മെഡിസിൻസ് എന്ന് പറയുന്നത് ക്രൂഡ് സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ അഭൗതികമായ ഒരു സംഗതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അസുഖത്തിനെ നമുക്ക് കുറച്ചുകൊണ്ട് വരണമെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികൾ പറ്റില്ല. അപ്പോൾ ഈ മെഡിസിൻസിനെ നമ്മൾ അഭൗതികമായ തലത്തിലേക്ക്, ഇമ്മെറ്റീരിയൽ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് ഡൈനാമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഈ മെറ്റീരിയൽ, നമ്മളെ ക്രൂഡ് സബ്സ്റ്റൻസിനെ നമ്മൾ പതിയെ ഉരച്ചും കലക്കിയൊക്കെ മെഡിസിൻസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിലൂടെ അതിലെ എനർജീനെ നമ്മൾ ഉണർത്തുന്നു. ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്ന അതിലെ ഭൂത പ്രേത പിശാചുക്കളെയൊക്കെ നമ്മൾ ഉണർത്തി പൊക്കിക്കൊണ്ട് വന്നിട്ട് അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ അസുഖം ഉണ്ടാകാൻ വേണ്ടി വന്ന ആ ലെവലിലേക്ക് ഇതിനെ പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. ബാക്കി കാര്യം അവരായിക്കോളും. അങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നട്ട്ഷൽ. പക്ഷെ ഇതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1931 ലോകത്തെ ബയോളജിസ്റ്റുകൾ എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞ ഒരു സംഗതിയാണ് ഈ പറയുന്ന വൈറ്റലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതിനെ തുടക്കം കുറിച്ചത് നമ്മുടെ വോളേഴ്സ് യൂറിയ സിന്തസിസ് ആണ്. ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അത് നടന്നത് 1828 അത് നടന്ന് ഓൾമോസ്റ്റ് 100 years എടുത്തു ഈ വൈറ്റലിസം പ്രിൻസിപ്പിൾ നമ്മളുടെ ഇടയിൽ നിന്ന് പോയി കിട്ടാൻ. കാരണം ആ കാലത്തെ ആളുകളുടെ ഇടയിൽ വൈറ്റലിസം ആണ്, അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അത് ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് ഇമ്മെറ്റീരിയൽ, അത് ജീവനില്ലാത്ത വസ്തുക്കളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ അത് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം ജീവശക്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുകയുള്ളൂ. അവർക്കാണ് ജീവന്റെ മാറ്റങ്ങളും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാക്കാനും രോഗം മാറ്റാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളൊരു ധാരണ നിലനിന്നിരുന്ന കാലത്ത് ഇത്തരത്തിൽ ഹാനിമാൻ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ യാതൊരു തെറ്റും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഹാനിമാൻ അതിനകത്ത് നിഷ്കളങ്കനാണ്. കാരണം അദ്ദേഹം കണ്ട സയൻസ് അതാണ് 177 വർഷം മുന്നേ. അതിന് നമുക്ക് ആളെ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം തിരിച്ചു വരെ നമ്മുടെ അടുത്തേക്കാണ്.
നമ്മൾ എന്തിനാ അത് ഇന്ന് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം വരിക. അത് കൊണ്ടു നടക്കുന്നതിൽ എന്താണ് അടിസ്ഥാനമുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 1931 പോയൊരു സംഗതി ഇത് പോയിട്ടുണ്ട് എന്നെങ്കിലും ഒന്ന് കോളേജിൽ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാനിത് അറിയുന്നത് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു 5-6 വർഷമൊക്കെ ഒരു 3-4 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ അന്ന് കോളേജിൽ ഡൈനാമിക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ് 20 മാർക്കിൻ്റെ എസ്സേ എഴുതിയത് വെള്ളത്തിൽ വരച്ച വര പോലെ ഇല്ലേ. എന്തിനാ അത് എഴുതിയത്? എന്തിനാ കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിച്ചത്? പോയില്ലേ. അപ്പം അങ്ങനെ ഒരു തിരിച്ചറിവാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ട് ഇത് കോളേജുകളിൽ അറിയിക്കുന്നില്ല? ഇങ്ങനെ ഒരു സംഭവങ്ങൾ എന്തുകൊണ്ട് അവിടെ വരുന്നില്ല? പറഞ്ഞ സംഗതി ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതാണ്: ലൈഫ്, ഡിസീസ്, മെഡിസിൻ. ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നത് ഡൈനാമിക് ഇൻഫ്ലുവൻസ് ഇൻ ടേംസ് ഓഫ് വൈറ്റൽ ഫോഴ്സ്. ദാറ്റ് ഈസ് ഒബ്സലീറ്റ് ടുഡേ. ഇന്നില്ല, ഇന്ന് നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ വൈറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഹോമിയോപ്പതി ഇല്ല. കാരണം നമ്മളുടെ മെഡിസിൻസ് ആയാലും നമ്മളുടെ അസുഖങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ അസുഖം മാറുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ റെപ്പിറ്റീഷൻ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഹാനിമാൻ എന്തിനാണ് ഈ പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ കൂടുതൽ നേർപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്തിനാണ് അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയെന്ന് ചോദിച്ച ഒരു ഉത്തരമാണ്. അതായത് വൈറ്റൽ ഫോഴ്സിനെ നമ്മൾ തൊടുമ്പോൾ പതുക്കെ തൊടണം. അതിങ്ങനെ വെക്കുന്നത് ഒന്നിങ്ങനെ ആയി പോയാൽ വൈറ്റൽ ഫോഴ്സ് ആകെ പ്രശ്നമാവും. അപ്പം അത് വരാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സ് അത് ഏറ്റവും സട്ടിലായിരിക്കണം, ഏറ്റവും മൃദുവായ ടച്ചായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നേർപ്പിക്കുക. നമ്മൾ പൊതുവെ പറയാറുണ്ട് നേർപ്പിക്കും തോറും വീര്യം കൂടുന്നു. ശരിക്കും അതൊരു അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. വീര്യം കൂടുക എന്ന് പറയുന്നത് അതിൻ്റെ മെഡിസിനൽ പവർ ഇൻക്രീസ് ചെയ്യുന്നു, എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ ഓക്കെ, കറക്റ്റാണ്. പക്ഷെ ഹാനിമാൻ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് മെറ്റീരിയൽ കണ്ടിട്ട് കുറയുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഹാനിമാൻ അറിയാം, കാരണം ഹാനിമാൻ നല്ലൊരു കെമിസ്റ്റും കൂടി ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അത് നമുക്കറിയില്ലാതെ പോയതാണ്. പിന്നെ ഈ ഹോമിയോപ്പതി ഉണ്ടായ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എസൻസ് ഇതാണ്. ഒരു ആൻറ്റി അലോപ്പതി, ഇൻവേർട്ടഡ് കോമയാണ്. അതായത് ഹാനിമാൻ ജനിച്ചു വളർന്ന ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു മെഡിസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. വെനിസെക്ഷൻ, അതായത് ഞരമ്പ് കട്ട് ചെയ്ത് രക്തം കളയുക, ഛർദ്ദിപ്പിക്കുക, അതുപോലെ വയറിളക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് വയലൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കൊടുത്തുകൊണ്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ബോഡിയിലെ ബാഡ് ബ്ലഡ്, ദുഷിച്ച രക്തം പുറത്തേക്ക് പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിനകത്ത് ഉള്ളിലുള്ള മയാസ്മ അതിനെ നമ്മൾ പുറത്തേക്ക് ഒഴുക്കി കളയുന്നു. ഇങ്ങനെയൊക്കെ ധരിച്ചിട്ട് ഒരു രോഗിയായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളെ ഈ രീതിയിലായിരുന്നു അന്ന് ചികിത്സിച്ചിരുന്നത്. അത് അന്നത്തെ നിലവിലുള്ള ഒരു ഹീറോയിക് മെഡിസിൻ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണ് അതിൻ്റെ പേര്. ആ സംഗതിയിലെ ഡോക്ടറായിരുന്നു വാസ്തവത്തിൽ ഹാനിമാൻ. പക്ഷെ ഇന്നത്തെ ആളുകൾ പറയുക, നമ്മൾ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ഒരു ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ ആദ്യം പറയാം, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ വിമർശിക്കുന്നത്? ഹാനിമാൻ അന്നത്തെ അലോപ്പതി ഡോക്ടറായിരുന്നു എന്നാ പറയാം. അപ്പം നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ഓ സോറി, പക്ഷെ നമ്മൾ അറിയാതെ പോവാണ്. ഹാനിമാൻ ജീവിച്ച കാലത്ത് ബൾബ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ഇരുന്നിട്ട് ഈ LED ലൈറ്റ്, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ലൈറ്റ്, ഇതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് നമ്മൾ ഈ സംസാരിക്കുകയാണ്. ഹാനിമാൻ അന്ന് ഇരുന്നത് റാന്തൽ വെളിച്ചത്തിൻ്റെ മുന്നിലാണ്, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ്. അങ്ങനെ ഇരുന്നിട്ടാണ് ആ 6ാമത്തെ എഡിഷൻ എഴുതി തീർത്തത്. ആ സാധനത്തിനെയാണ് നമ്മൾ ഇന്ന് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്നത്തെ ആ മെഡിസിൻ, അന്നത്തെ അലോപ്പതി ഡോക്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അലോപ്പതി എന്ന് പറഞ്ഞ ടേം തന്നെ കൊണ്ടുവന്നത് ഹാനിമാൻ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പോസിങ് ആയിട്ടുള്ള, ആൻറ്റി ആയിട്ടുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിനാണ് അലോപ്പതി. കാരണം ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ സെയിം പതിയാണ്. ഹോമോ എന്ന് പറയുമ്പോൾ അറിയാലോ, സെയിം. അതായത് രോഗം സിമിലിബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. അതായത് രോഗം മാറാൻ വേണ്ടി കൊടുക്കുന്നത് രോഗം ഉണ്ടാക്കാൻ തന്നെ കഴിവുള്ള സാധനത്തിനെയാണ്. അതുകൊണ്ടാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിങ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? അലോപ്പതി. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം, അതിൽ നിന്നും മനസ്സും എടുത്തിട്ട് കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി വേണമെന്നുള്ളൊരു തിങ്കിങ് വന്നിട്ടാണ് അന്ന് നിലവിലുണ്ടായിരുന്ന ഹെർബൽ മെഡിസിനും അതുപോലെ അന്ന്
നിലവിലുണ്ടായിരുന്ന എക്ലക്റ്റിക് പ്രാക്ടീസസും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ചില ബുക്കുകളൊക്കെ പഠിക്കുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായി മാറി. ആ സമയത്താണ് ഈ ഹോമിയോപ്പതിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്ന സിങ്കോണ എക്സ്പെരിമെൻറ്റിലേക്ക് വരുന്നത്. ബാക്കി പിന്നെ ചരിത്രമാണ്. ആ ചരിത്രമാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. അപ്പോൾ അതാണ് ഹോമിയോപ്പതിയുടെ തുടക്കം. പിന്നെ കാണാം ഒപ്പോസിങ് ടു ഡയഗ്നോസിസ്. കൃത്യമായിട്ട് പച്ചക്ക് എഴുതി വച്ചിരിക്കുകയാണ് നമ്മുടെ ബുക്കിനകത്ത്. അസുഖങ്ങളെ ഡയഗ്നോസ്റ്റിക് ടേം വെച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് കാപട്യമാണ്. ഞാൻ റെഫറൻസസ് ഇവിടെ കൊടുത്ത് നീട്ടി പോകുന്നില്ല, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അസുഖങ്ങളെ ഡയഗ്നോസ്റ്റിക് ടേം ഉപയോഗിക്കാൻ പാടില്ല, അത് കാപട്യമാണ്. അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിവരമില്ലാത്ത രോഗികളെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ കൺവെൻഷണൽ ഡോക്ടേഴ്സ് ഉപയോഗിച്ചിരുന്ന ഒരു നാടകമാണ്, അല്ലെങ്കിൽ ഒരു ട്രിക്കാണ് എന്നാണ് ഹാനിമാൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയും? ഇന്ന് അങ്ങനെയാണോ ഹോമിയോ കോളേജിൽ ചെയ്യുന്നത്? അല്ലല്ലോ. രണ്ടാമത്തത് സേ നോ ടു പത്തോളജിക്കൽ അനാറ്റമി. പത്തോളജിക്കൽ അനാറ്റമി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. അസുഖങ്ങൾ എന്തെങ്കിലും അകത്തുണ്ടെങ്കിൽ അത് പുറത്തുണ്ടാവും ലക്ഷണങ്ങളിലൂടെ. ഒരു സാധനം അകത്തുണ്ടാവില്ല. അപ്പോൾ തുറന്നു നോക്കേണ്ട കാര്യമില്ല. രോഗികളെ മരിച്ചു കഴിഞ്ഞാൽ ഓട്ടോപ്സി ചെയ്ത് ഇത് പരിശോധിക്കുന്നത് ശുദ്ധ നാടകമാണ്, അതിൽ ആവശ്യമില്ല എന്ന് പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. പുസ്തകങ്ങളെല്ലാം ഓൺലൈനാണ്. അപ്പോൾ അതില്ല, എല്ലാം ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് അറിയാം, ഒരാൾ നെഞ്ചുവേനായിട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, വയറുവേനായിട്ട് വന്നാൽ എന്താ ചെയ്യുന്നത് ഒക്കെ പോട്ടെ, ഒരാൾ തുമ്മിയാൽ എന്താ നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഇന്റേണൽ റീസൺസ് കൊണ്ടാണോ അസുഖങ്ങൾ എന്ന് അന്വേഷിക്കുകയും അത് തേടിപ്പോയിക്കൊണ്ട് അതിന് ചികിത്സ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് നിലവിലുണ്ട്. അത് ഇന്നത്തെ ഹോമിയോ ഡോക്ടേഴ്സ്, ഇന്നത്തെ BHMS പഠിച്ചിറങ്ങിയ ആളുകൾ അത് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഹോമിയോപ്പതി ബുക്കിൽ എഴുതി വെച്ചതുകൊണ്ടല്ല, അത് ഇന്നത്തെ നാട്ടു നടപ്പായതുകൊണ്ടാണ്. കാരണം അത് ചെയ്തില്ലെങ്കിൽ ആരും വരില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാതെ പോവാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, എല്ലാം വൈറ്റൽ ഫോഴ്സ് ആണ്, അതാണ് ഇതിൻ്റെ ഒരു എസെൻസ്. പിന്നെ നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ EVM, അത് ഹോമിയോപ്പതിക്കാർക്ക് അന്നത്തെ തിയറി പ്രകാരം ബാധകമല്ല. കാരണം അനുഭവങ്ങൾ, ഹോമിയോപ്പതി ഈസ് എ സിസ്റ്റം ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് നമ്മൾ പറയാറ്. ഇറ്റ്സ് നോട്ട് എ സിസ്റ്റം ഓഫ് എക്സ്പെരിമെന്റ്സ്. അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായാൽ മതി, അത് വെച്ച് മുന്നോട്ട് പോവാം. ബാക്കിയുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇതാണ് അവിടെ പറയാം. പനി മാറിയോ, ഓക്കെ, നിങ്ങളത് വിശ്വസിക്കുക. ചുമ മാറിയോ, വിശ്വസിക്കുക. അങ്ങനെ പോവാ. അതല്ലാതെ എൻ്റെ മരുന്ന് കൊടുത്തത് കൊണ്ട് തന്നെയാണോ ആ പനി മാറിയത്, എൻ്റെ മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെയാണോ ആ ചുമ മാറിയത് എന്ന് നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതേപോലെ ഈ മരുന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കാരണം അത് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ പണിയല്ല എന്ന് കൃത്യമായിട്ട് ഓർഗനോണിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്യൂറിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, രോഗം മാറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കിയൊക്കെ പുറത്തുള്ള ആളുകൾ ചെയ്തോളൂ, അവർ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് എന്തുകൊണ്ടും ചെയ്തോട്ടെ. ഇതാണ് പുസ്തകം പറയുന്നത്, നമ്മുടെ കിതാബിൽ. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി കൂടുതൽ പറയണോ ഇതെങ്ങനെയാണ് കാലഹരണപ്പെട്ടെന്ന്? ആവശ്യമില്ല, ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നടക്കുന്ന എന്താണ്, ഇന്നത്തെ ഒരു ലോകം, ഇന്നത്തെ ഇന്ത്യയിൽ എന്താണ് സ്ഥിതി, അല്ലെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയാണ്, ജസ്റ്റ് ഒരു റൗണ്ട് അപ്പ് നമുക്ക് നോക്കാം. പക്ഷെ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവരുടെ ഷൂസിലിറങ്ങി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഹോമിയോപ്പത്സ് എന്ന് പറയുന്ന വിഭാഗം, ഹോമിയോപ്പതി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. രണ്ട്, ഇതിൻ്റെ ബെനിഫിഷ്യറീസ്, രോഗികൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. ഇവരെല്ലാം അതിനകത്ത് പെടും. തൽക്കാലം നമുക്ക് പേഷ്യൻസിൻ്റെ കാര്യം അങ്ങ് മാറ്റിവെക്കാം. കാരണം അത് വേറെ തന്നെ ഒരു ആസ്പെക്റ്റാണ്. നമുക്കൊരു ഹോമിയോപ്പതി ഡോക്ടറുടെ ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോമിയോപ്പതി മേഖലയിലുള്ള ആളുകളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ആളുകളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന്, ദോസ് ആർ അവൈറ്റിംഗ് BHMS അഡ്മിഷൻ. പിന്നെ സ്റ്റുഡൻസ്, നിയോഫൈറ്റ്സ്, പുതിയതായിട്ട് ഇറങ്ങിയ ആളുകൾ, അക്കാഡമീഷ്യൻസ്, വെറ്ററൻ ഡോക്ടേഴ്സ്, പ്രൈവറ്റും ഗവൺമെൻറ്റിലുള്ള, അതുപോലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്, ഇത്രയും ആളുകൾ. ഇത് ഇത്രയും ആളുകളുണ്ടെങ്കിലും ഇതിനകത്ത് രണ്ട് കൂട്ടരെ ഞാൻ പരിഗണിക്കുന്നുള്ളൂ. അതിലൊന്ന്, ഒന്നാം സ്ഥാനം പുതുതായിട്ട് ഇതിലേക്ക് വരാൻ പോകുന്ന കുട്ടികളെയാണ്. പിന്നെ ഇതിനകത്തുള്ള
മാഷന്മാർ, ഇതുപോലെ റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഈ 2 കൂട്ടർ മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ പുതുതായിട്ട് പഠിച്ചിറങ്ങിയവർ, വളരെ പ്രഗത്ഭരായ ഡോക്ടേഴ്സ്, അതുപോലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ്, ഇവരുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഈ വിമർശനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്ന ആളുകളെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ BHMS അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ നമ്മൾ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഗണത്തിൽപ്പെടുന്ന ആളുകൾ ആരും തന്നെ ഭാവിയിൽ എന്നെപ്പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിന്നു, അതൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ ഇതെന്താണെന്ന് അറിയാനുള്ള അവസരം അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളിവിടെ വരില്ലായിരുന്നു. കാരണം പല കാര്യങ്ങളും നമ്മൾ ഒരു സിമ്പിളായിട്ട് നമ്മളൊരു സംഗതി വാങ്ങാനാണെങ്കിൽ പോലും ഒരു റിവ്യൂ നോക്കും. അതാണ് ഇന്നത്തെ കാലം, അല്ലേ? ഒരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാണെങ്കിലും. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്ത കാലം. അപ്പൊ നമ്മളത് ചെല്ലുകയാണ്. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു. എൻട്രൻസ് കോച്ചിങ് അങ്ങനെ പോകുന്നു. പഠിക്കാൻ മാർക്ക് കിട്ടുന്നതുകൊണ്ട് ഫസ്റ്റ് ചാൻസിൽ കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ പിന്നെ കൂടുതലൊന്നും ആലോചിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പഠിച്ച് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ നേരിടുന്ന ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒരു കപടശാസ്ത്രവാദിയാണ്, അല്ലെങ്കിൽ കപടശാസ്ത്രം കൊണ്ടു നടക്കുന്ന ആളാണ് എന്നുള്ളൊരു പേരാണ് ഞാൻ കേൾക്കേണ്ടി വരുന്നത്. അതൊരു നീതികേടാണ്. കാരണം ഞാൻ BHMS സെലക്ട് ചെയ്തത് എനിക്ക് കിട്ടിയ ഓപ്ഷൻ ലിസ്റ്റിൽ അത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അത് തന്നതാരാണ്? ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ് അത് അങ്ങനെ ഒരു സംഗതി അവിടെ വെക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് അതിനെ ഒരു തീരുമാനമാക്കുക എന്നുള്ളത്. അതിനുശേഷം മാത്രമേ അത് അവിടെ ലിസ്റ്റിൽ കൊടുക്കാൻ പാടുള്ളൂ. അത് ചെയ്യാതെ അത് പഠിക്കാൻ നമ്മൾ ചെല്ലുകയും അതിനുശേഷം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടിയും വരുമ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർ കുറേ പേര് വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ എത്ര പേര് വിട്ടുപോയിരിക്കുന്നു. ചില ആളുകൾ വേറെ വഴിയില്ല, അല്ലെങ്കിൽ അവരുടെ പാഷൻ, അവർ വന്നത് അങ്ങനെ, കണ്ടത് അങ്ങനെ, അതുകൊണ്ട് താഴെയും മുകളിലും നോക്കാതെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ചില ആളുകൾ നമ്മളെപ്പോലെ വിറകോളികളായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇനിയുള്ള കാലഘട്ടത്തിൽ, നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയും ബൂം ചെയ്ത് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടാവാൻ പാടില്ല. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിമർശനം നമ്മളിവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ ഇതാണ്. BHMS ഡിഗ്രി, ആയുഷ് ഡിഗ്രി എന്നാണ് പറയേണ്ടത്. മൊത്തത്തിൽ ഒരു സെപ്പറേറ്റ് ഡിഗ്രി ആയിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം നമ്മൾ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറണമെങ്കിൽ എന്താണ് മോഡേൺ മെഡിസിൻ, എന്താണ് ആയുഷ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പൊതുവേ നമ്മളിത് പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കാം, നമ്മൾ അലോപ്പതിക്ക് വേണ്ടി അല്ലെങ്കിൽ മോഡേൺ മെഡിസിന് വേണ്ടി വാദിക്കുന്നു, അങ്ങനെ ഒരു ലോബിങ് അല്ലെങ്കിൽ ആ സംഗതിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ്. അതിലെന്താണ് വാസ്തവമുള്ളത്? നമ്മൾ കാണുന്നത് ഡിഗ്രികൾ, അത് പഠിക്കുന്ന കുട്ടികൾ, കോളേജുകൾ, അത് MBBS, BHMS, അങ്ങനെയാണ് നമ്മളെ മനസ്സിൽ കിടക്കുന്നത്. വാസ്തവത്തിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോളേജിൽ ഒതുങ്ങിക്കുന്ന സാധനമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷെ BHMSും ബാക്കിയുള്ളതൊക്കെ ഒരു കോളേജിലേ ഉള്ളൂ. അതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ അത് വളരെയധികം സ്പ്രെഡ് ഔട്ടാണ്. സയൻസിൽ ഏതൊക്കെ മേഖലയുണ്ടോ, ഇപ്പോൾ എക്സ്റേ നമ്മൾ എടുത്തു, അതെങ്ങനെയാണ് മോഡേൺ മെഡിസിൻ്റെ പാർട്ടായത്? ഏതെങ്കിലും ഡോക്ടറാണോ കണ്ടുപിടിച്ചത്? വാക്സിനേഷൻ അല്ലെങ്കിൽ ഏത് സംഗതി എടുത്ത് നോക്കിക്കോളൂ. ഏതൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മളുടെ സയൻറ്റിഫിക് വേൾഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് മാറ്റം കൊണ്ടുവരാൻ, രോഗശമനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ വെൽനെസ് ക്രിയേറ്റ് ചെയ്യാൻ അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ചിന്ത, അത് ലോകം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ ഹോമിയോപ്പതിയും ഒരു കാലത്ത് കടന്നു പോയിട്ടുണ്ട്. ആ കടന്നുപോയ സമയത്ത് നമ്മൾ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ടൈറ്റിലേക്ക് എത്തുന്നത്, കാലഹരണപ്പെട്ട ഹോമിയോപ്പതി. കാരണം അത് നമ്മളറിയാതെ പോവുകയാണ്. ഹോമിയോപ്പതിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നുള്ളൊരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാലങ്ങൾക്ക് മുന്നേ. അത് നമ്മൾ അറിയുന്നില്ല. ആയുർവേദത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് വിട്ടുപോയി, ചിലത് സ്റ്റക്കായി അവിടെ നിൽക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഹോമിയോപ്പതിയുടെ കാര്യം പറയുകയാണെങ്കിൽ
എന്താണ് അതിൽ നിന്ന് എടുക്കാനുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം തിയറി ഏതായാലും നമുക്ക് എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യണം. അല്ലാതെ എസെൻസിൻ്റെ ബാധ്യതയോ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ ബാധ്യതയോ അല്ല ഇതിനകത്ത് റിസർച്ച് ചെയ്യാന്ന് പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കിയതിൽ എന്താണ് റിസർച്ച് ചെയ്യാനുള്ളതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. എവിടേക്കോ എന്തൊക്കെയോ റിസർച്ചുകൾ നടക്കുന്നുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ഇതിനൊരു ഡയറക്ഷൻ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണമെന്നെങ്കിൽ അറിയണ്ടേ. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബോധ്യമുണ്ടോ? ഈ വൈറ്റൽ ഫോഴ്സിനെ നമ്മൾ എങ്ങനെയാ ഈ മെഡിസിൻസിൽ തപ്പുക? അതെവിടെയും കിട്ടുമോ? പക്ഷെ തപ്പിക്കഴിയുമ്പോൾ കുറേ നാനോ പാർട്ടിക്കിൾസ് കിട്ടുന്നു. അതും പൊക്കി പിടിച്ചത് ഹോമിയോപ്പതി നാനോ പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞ് നടക്കുന്നു. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശരി നിങ്ങൾ ലെഡ് തപ്പിയപ്പോൾ അതിനകത്ത് ലെഡിൻ്റെ പാർട്ടിക്കിൾ കിട്ടി, ഗോൾഡ് തപ്പിയപ്പോൾ ഗോൾഡ് കിട്ടി, അപ്പോൾ നിങ്ങൾ എക്സ്റേ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് തപ്പി എന്ത് കിട്ടും? ലൂണ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അത് നമ്മളുടെ ചന്ദ്രൻ മൂണിൻ്റെ എനർജിയാണ്. അപ്പോൾ എക്സ്റേയുടെ കാര്യം ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അത് എക്സ്റേക്ക് നമ്മൾ ഈ ഷുഗർ ഓഫ് മിൽക്ക് നമ്മളുടെ വെളുത്ത പൊടി എക്സ്പോസ് ചെയ്തപ്പോൾ അത് ബേൺ ചെയ്തു. ആ ബേൺ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ അതാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്തതെന്നാണ് ആൾ പറഞ്ഞത്. ശരി, അപ്പോൾ ഈ മാഗ്നറ്റിക് പോൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ ലൂണ, ഈ പറഞ്ഞ മൂൺ, ഇതിൻ്റെയൊക്കെ മെഡിസിൻസ് എങ്ങനെയാണ്? ചന്ദ്രൻ്റെ ചോട്ടിൽ ഈ വെളുത്ത പൊടി കൊണ്ടുവച്ചാൽ ബേണിങ് സംഭവിക്കും. ചന്ദ്രൻ്റെ ചൂടേറ്റിട്ട് ഇവിടെ ആർക്കെങ്കിലും മൂൺ ബേൺ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാവോ? ഒരു 1% അല്ലെങ്കിൽ 0.1% ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും തമ്മിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാവാത്ത ആളുകൾ, അറിയാത്ത ആളുകൾ എന്ന് പറയുന്നില്ല, ഒന്നുകിൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഹോമിയോപ്പതി അറിയില്ല അവർക്ക്, അല്ലെങ്കിൽ ഹോമിയോപ്പതി അറിയുന്ന ആളുകൾ അവർക്ക് റിസർച്ചിൻ്റെ ബാലപാഠങ്ങളും അറിയില്ല, അല്ലെങ്കിൽ ആ സയൻസിൻ്റെ ബാലപാഠങ്ങൾ അറിയില്ല. ഇത് രണ്ടും കാണുമ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സംഭവിക്കണം എന്താണ്? വേസ്റ്റേജ് ഓഫ് പബ്ലിക് എക്സ്ചെക്കർ മണി, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ട് വേണ്ടത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാകണമെങ്കിൽ ആദ്യം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം നമ്മൾ സ്ഥാപിക്കണം. എന്നാലല്ലേ ഇത് എങ്ങനെയെന്നുള്ള ചോദ്യം വരുന്നുള്ളൂ. അതെവിടെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊന്ന് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കണ്ണോടിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, ഇന്റർനെറ്റ് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി, അറിയാം. എത്ര രാജ്യങ്ങളിൽ എത്ര സ്ഥലങ്ങളിൽ ഹോമിയോപ്പതിയുടെ സ്റ്റഡീസ് നടന്നു, നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു പ്ലാസിബോ എന്നൊക്കെയാണ് അവിടെ പലപ്പോഴും കാണുന്നത്. പക്ഷെ നമ്മളത് സ്വീകരിക്കില്ല. ഇപ്പൊ ഏറ്റവും റീസെന്റ് വന്നത് ഓസ്ട്രേലിയ എന്ന് വന്ന റിപ്പോർട്ടാണ്, NHMRCയുടെ റിപ്പോർട്ട്. അതിലും അവർ കണ്ടെത്തിയതാണ്. അപ്പൊ അവിടെയൊക്കെ നടക്കുന്നത് സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ്. അതിലൂടെയാണ് അവർ ആ ഒരു കണ്ടെത്തലുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ കണ്ടെത്തലുകളിൽ അവരുടനെ കുറേ ദുരൂഹതകൾ ആരോപിക്കും. അതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് പൂഴ്ത്തി, രണ്ടാമത്തെ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ അവരെന്തുകൊണ്ട് പൂഴ്ത്തുന്നു? ഇനി പൂഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഇത്രയേ ഉള്ളൂ, അതായത് നമ്മളൊരു ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എഫക്റ്റീവ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ ദാറ്റ്സ് ആൻ എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം. ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമിന് ഒരു എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് വേണം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡിലിജൻസ്, അത്രയും ഒരു ശ്രദ്ധ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റണ എങ്ങനെ? പക്ഷെ നമ്മളുടെ ആളുകൾ പറയാം അത് കോൺസ്പിറസിയാണ്, നമ്മളുടെ മാഫിയ, അലോപ്പതി മാഫിയ എന്നാണല്ലോ പറയും, മരുന്ന് മാഫിയ, അവരാണത് തകർത്തത്. ഇതാണ് അതിൽ പറയുന്ന ഒരു ആരോപണം. ഈ മരുന്ന് മാഫിയയുടെ ഓഫീസ് കിട്ടിയാൽ, അതിൻ്റെ അഡ്രസ്സ് കിട്ടിയാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതെല്ലാം നടക്കണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം. അതിൻ്റെ അവസാനം ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സ്റ്റോപ്പ് റൂയിനിങ് ദ കരിയർ ഫ്യൂച്ചേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ. ഇത് പഠിക്കാൻ വരുന്നൊരു സാധനം അതെന്തെങ്കിലും ബേസ് ഉള്ള സാധനമായിരിക്കണം. അപ്പം ഞാൻ എന്തിനു പ്രാക്ടീസ് നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. പലരും പറയുന്നത് റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് നിർത്തി എന്നാണ്. എനിക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു രസം ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ ന്യൂട്രീഷൻ മെഡിസിൻ പഠിച്ചു.
അപ്പോൾ ന്യൂട്രീഷൻ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ സാധാരണ ഡോക്ടേഴ്സ് പറയുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഡയറ്ററി കറക്ഷൻസും അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് നമ്മൾ പറയുമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ചില സമയത്ത് പേഷ്യൻസ് വിളിക്കും. അപ്പം നമ്മൾ യാത്രയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ക്ലിനിക്കിലില്ലാത്ത സമയത്ത്. അപ്പോൾ ഇന്ന പനിയാണ് അല്ലെങ്കിൽ ഇന്ന പോലെ വയറുന്ന പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇന്ന സാധനം ഒഴിവാക്ക്, ഇന്ന സാധനം കഴിക്കുക എന്നൊക്കെ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നാളെ വാ അല്ലെങ്കിൽ വൈകിട്ട് വാന്ന് പറയും. അപ്പം നമ്മൾ വിചാരിക്കണം അതൊരു 100 രൂപ പെട്ടി വീഴുന്ന കേസാണ്, വരട്ടെ എന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഭവിക്കുക എന്താ വെച്ചാൽ സന്ധ്യ ആകുമ്പോഴേക്കും വയറിളക്കം മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഛർദി മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കി, അപ്പം ഇത് മരുന്നിൻ്റെ ആവശ്യമില്ലേ? മരുന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അസുഖം മാറുന്നു. അപ്പം അന്നാണ് ശരിക്കും ഈ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്ലേ അത് നമ്മൾ കാണുന്നത് അപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്, ഇത് കൊള്ളാലോ. അപ്പോൾ പിന്നീട് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആരെങ്കിലും വരുമ്പോൾ നമ്മൾ സാധ്യത കൂടുതൽ ഇതിന് കൊടുക്കും, ഡയറ്ററി കറക്ഷൻസും അതുപോലെയുള്ള സംഗതികൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഛർദിയായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ പറയാം എന്താണ്, മരുന്ന് ഇങ്ങനെ കൊടുക്കും, അരമണിക്കൂറോട്ട് കൊടുക്കാൻ പറയും, എന്നിട്ട് വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കൊടുക്കുക എന്നൊക്കെ പറയും. നമ്മൾ ന്യൂട്രീഷനിൽ പഠിക്കുന്നത് മെഡിസിൻ കൊടുത്തോ, വെള്ളം കൊടുക്കാം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ, അത് ഇങ്ങനെ നനച്ചു കൊടുക്കാനേ പാടുള്ളൂ, ബാക്കി ഒരു സാധനം കൊടുക്കരുത്, കഞ്ഞിവെള്ളം പോലും. അങ്ങനെ കൊടുക്കാതെ ഒരു 3 hours അല്ലെങ്കിൽ 4 hours ഇട്ടാൽ ഛർദി തന്നെ മാറും, ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. അതേപോലെ പല കണ്ടീഷൻസ്. പക്ഷെ ഇത് ഒരു 100% ഇതായിട്ടല്ല ഈ പറയുന്നത്, ഒരു വഴിയായിട്ടല്ല ഈ പറയുന്നത്. ഛർദി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. നമ്മളൊരു ടെമ്പററി സൊല്യൂഷനായിട്ട് പറയുന്നു, രോഗിക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു. അതിൽ നിന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മളൊരു മേജർ മെഡിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അതാണ് വികസിത രാജ്യങ്ങളിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ. അല്ലാതെ ഒരു പ്രോബ്ലം കാണുമ്പോഴേക്കും ഉടനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്ന രീതി അവിടെ ഇല്ല. പക്ഷെ നമ്മളുടെ ആളുകൾക്ക് മരുന്ന് കിട്ടിയാലേ സമാധാനമാകും എന്നുള്ളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കാൻ പലപ്പോഴും നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഈ പ്രസംഗമൊക്കെ നല്ല രസമാണ്, പക്ഷേ ഇങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു. ഇത് 2012 ഞാൻ നടത്തിയിട്ടുള്ളൊരു ന്യായീകരണമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പം ഇതിൽ പറയുന്നത്, ഇതിപ്പോൾ ഇരുന്ന് വായിക്കുമ്പോൾ നമുക്ക് തമാശ തോന്നും, പക്ഷേ ഒരു നമ്പർ 1 വിശ്വാസിയായിരുന്നു ഞാൻ. അതിൽ കാണാം, അതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ, റിസർച്ചൊക്കെ ചെയ്യേണ്ട ആളുകൾ വേറെയാണ്, ഞങ്ങൾക്ക് പണി ക്യൂറിങ് ആണ്, അത് ഞങ്ങൾ ചെയ്യുന്നു, അത് ഭംഗിയായിട്ട് ഞാൻ ചെയ്യും. ഇങ്ങനെ ഓടി നടന്ന് പ്രഖ്യാപിച്ചിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അവാർഡും കിട്ടിയിട്ടുണ്ട് ന്യായീകരണ തൊഴിലാളിയായിട്ട്. ഈ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു അതർ സൈഡും കൂടി നമ്മൾ പഠിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ഈ പറയുന്ന വിമർശനങ്ങളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ പോയി. അത് വരുന്നവരെ ഇങ്ങനെയൊക്കെ നടക്കും. ഈ ന്യായീകരണമൊക്കെ എളുപ്പമാണ്. അപ്പം നമ്മളിതൊക്കെ വിശ്വസിപ്പിച്ച് നല്ലൊരു ന്യായീകരണ തൊഴിലാളി ആക്കിയിരുന്നത് എങ്ങനെയാണ്? ഇത്തരം വാദങ്ങളാണ്. ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഇസ് ദ കിങ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കിങ്ങിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കയറി തപ്പിയപ്പോൾ ഏതാണ്ട് 10-200 രാജാക്കന്മാരുണ്ട്. അതിലൊരു രാജാവാണ്, അതായത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറയും. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, എങ്ങനെ ഹോമിയോപ്പതി ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആവും? വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ്? അതാണ് നമ്മൾ ചിന്തിക്കണുള്ളൂ. മോഡേൺ മെഡിസിൻ ഏതായാലും നമ്മൾ വിട്ടു, അത് നമ്മളുടെ മേഖലയല്ല. പക്ഷെ ഇതെങ്ങനെ ഡിഫറെൻ്റ് ആവും? ഹോമിയോപ്പതി ഡിഫറെൻ്റ് ആവുന്ന എന്ത് കാരണം കൊണ്ടാണ്? വാട്ട് ആർ ദ റീസൺസ്? അതേ നമുക്ക് അറിയേണ്ടുള്ളൂ. റീസൺ ഒന്നും കിട്ടുന്നില്ല. കാരണം ആ കാണുന്ന 10-200ഓളം ആളുകളും നമ്മളും ചെയ്യുന്നത് ഒരേ പണിയാണ്, അവകാശവാദങ്ങൾ. റേക്കി ചെയ്തിട്ട് അസുഖം മാറ്റുന്നുണ്ട് ഇവിടെ, പ്രാണിക് ഹീലിംഗ് ചെയ്തിട്ട് വേദന മാറ്റുന്നവരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ. അതേപോലെ വിശ്വാസ ചികിത്സകൾ പലതുമുണ്ട്. ഇതെല്ലാം അവരൊക്കെ അവകാശപ്പെടുന്നത് എനിക്ക് ഭയങ്കര റിസൾട്ടാണ്, ഞാൻ സംശയം ഉണ്ടെങ്കിൽ വരും, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനും പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് സംശയമുണ്ടോ ഹോമിയോപ്പതിയിൽ വരൂ, എൻ്റെ ക്ലിനിക്കിലേക്ക് വരൂ, ഞാൻ ശരിയാക്കി ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. അപ്പം ഇതും അതും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ഡിഫറൻസും. പിന്നുള്ളൊരു അവകാശവാദമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സിസ്റ്റമാണ്. എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ എടുത്ത് വെച്ച് നോക്കിയാൽ പോലും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് WHO അങ്ങനെ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ WHO അങ്ങനെ പ്രഖ്യാപിച്ചോ എന്നറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കി. അപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മോഡേൺ മെഡിസിൻ ഇതിൽ വരുന്നില്ല. അതിൽ ആദ്യത്തെ സ്ലൈഡ് പോപ്പുലാരിറ്റി സ്റ്റഡിയാണ് ഹോമിയോപ്പതിയുടെ. അത് പ്രകാരം ഹോമിയോപ്പതി നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. ഫസ്റ്റ് വരുന്നത് ട്രഡീഷണൽ ആൻഡ് ഹെർബൽ മെഡിസിൻസ് ആണ്. അപ്പോൾ നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് അല്ല, തേർഡ് ലാർജസ്റ്റ് ആണ്. ഇനിയെങ്കിലും അത് തിരുത്തി പറയാം ഇവിടെ ഹോമിയോപ്പതി ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത് വന്നത് അത് ഈ അടുത്ത് വന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു, ഇതേ കണ്ടില്ലേ ഹോമിയോപ്പതി ഇതേ വളർന്നു, സെക്കൻഡ് പൊസിഷനിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി ഇതെന്താ സെക്കൻഡ് തന്നെ ആണോ എന്നറിയാം. അപ്പോൾ ആ കണക്ക് നോക്കിയപ്പോൾ ഒരു രസമുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ആഗോള കണക്ക് പ്രഖ്യാപിക്കുകയാണ്, ലോകത്തെ വൻ സാമ്പത്തിക ശക്തികൾ എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ പറയാണ് അമേരിക്ക ആണ് ഒന്നാമത്, രണ്ടാമത് ഇന്ത്യയാണ്. ആർക്കെങ്കിലും വിശ്വാസമാവും? പക്ഷേ ഇങ്ങനൊരു സ്ലൈഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ തോന്നും ആ ശരിയാണല്ലോ തോന്നും. പക്ഷെ അവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ലിസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഒന്നാമത് അമേരിക്ക ആയിരിക്കും, നമ്മൾ കിടക്കുന്നത് ചിലപ്പോൾ ഒരു 100ാമത്തെ സ്ഥാനത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 10ാമത്തെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനത്തായിരിക്കും, ഏതായാലും രണ്ടല്ല. പക്ഷേ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആ ലിസ്റ്റിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം എന്തായി, നമ്മൾ ഈ 2 ലിസ്റ്റും കൂടി മെർജ് ചെയ്യും. അപ്പം എന്തായി, ആദ്യം അമേരിക്ക പിന്നെ ഇന്ത്യ. ക്ലിയറായി? ഈ രീതിയിലാണ് ഈ കണക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഹോമിയോപ്പതിയാണ് സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ കണക്ക് നോക്കിയപ്പോൾ അതിനകത്ത് കിടക്കുന്നത് 4th പൊസിഷനിലാണ്. അപ്പോൾ അത് ശരിയാവും എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ആ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ മറുപടി ഇന്ത്യയിൽ സെക്കൻഡ് ആണെന്നാണ്. ഇന്ത്യയിൽ ഫസ്റ്റ് ആണ്, ആയുർവേദത്തിന് മുകളിലാണ്. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ആയത്. അപ്പോൾ നേരത്തെ കണക്ക് പറഞ്ഞ മേർജ്ഡ് കണക്കും ഇതും തമ്മിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ആലോചിച്ചാൽ മതി. വാസ്തവത്തിൽ നമ്മൾ സെക്കൻഡ് ഒന്നുമല്ല, തേർഡ് എന്ന് വേണമെങ്കിൽ പറയാം. തേർഡ് അല്ല, 4th എന്ന് പറയാം. കാരണം നമ്പർ 1 ചികിത്സ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചിട്ടല്ലേ ഇവിടെ ആളുകൾക്ക് അസുഖം മാറുന്നത്. അതും കഴിഞ്ഞിട്ടേ മോഡേൺ മെഡിസിൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ 4th ആണ്. അപ്പോൾ ഇനിയെങ്കിലും അത് മാറ്റി പറയാം. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 15,000 ഡോക്ടേഴ്സ് എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട് ഹോമിയോപ്പതി പഠിച്ചിട്ട്. ഇപ്പോൾ നിലവിലൊരു 4-5 ലക്ഷം ഡോക്ടേഴ്സ് ഉണ്ടാവും, 4 ലക്ഷമെങ്കിലും കാണും. 200-ൽ പരം കോളേജുകളുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. BHMS അതിൻ്റെ MD എല്ലാം കൂടി ഉൾപ്പെടെ പഠിപ്പിക്കുന്നത്. പിന്നെ കേരളത്തിൽ എല്ലാ പഞ്ചായത്തിലും ഓരോ സ്ഥാപനം എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ കണക്കാണ് കാണുന്നത്. റെഗുലർ ഡിസ്പെൻസറീസ്, NHM ഡിസ്പെൻസറി, ടെമ്പററി ഡിസ്പെൻസറി, ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി, ഇങ്ങനെ പല സംഗതികൾ അതിനകത്ത് കാണാം. ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി കണ്ടിട്ടുണ്ടോ? ആലപ്പുഴ ജില്ലയിലാണെന്ന് തോന്നുന്നു, അത് ഒഴുകി നടക്കുകയാണ് ഹൗസ് ബോട്ടിൽ. മൊബൈൽ ഡിസ്പെൻസറി, ഹോസ്പിറ്റൽസ്, അങ്ങനെ 1155 സ്ഥാപനങ്ങൾ ഗവൺമെൻറ് മേഖലയിൽ. പിന്നെ സ്പെഷ്യൽ OPDs, ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി ബോട്ടിൽ. സ്പെഷ്യൽ OPD ഇതൊക്കെയാണ്. റാപ്പിഡ് ആക്ഷൻ എപ്പിഡമിക് കൺട്രോൾ, അവർ ഏത് എപ്പിഡമിക്കാണ് കൺട്രോൾ ചെയ്തതെന്ന് മാത്രമേ ഇതുവരെ അറിയില്ല. പിന്നുള്ളത് സീതാലയം, പിന്നെ ജനനി പ്രൊജക്ട്, അതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമ്മളുടെ ഇൻഫെർട്ടിലിറ്റി. പുനർജനി, അതുപോലെ ഒരുപാട് പ്രൊജക്ട്സ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളുടെ കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ വളരെ വർഷങ്ങളായി, ചിലതൊക്കെ വളരെ റീസെൻ്റ്ലി ആണ് തുടങ്ങിയത്. ഇത് സ്പെഷ്യൽ OPDs, ഹോമിയോപ്പതി മാത്രം വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന സ്പെഷ്യൽ OPDs. ഇങ്ങനെ കാണുന്നുണ്ടോ? ഇനി ഇന്ത്യയിലെ ഫസ്റ്റ് ഗവൺമെൻറ് ഹോമിയോപ്പതിക് ഡിസ്പെൻസറി, ഗവൺമെൻറ് മേഖലയിൽ ആദ്യത്തെ ഡിസ്പെൻസറി അത് കേരളത്തിലാണ്, ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം. ഇന്ന് അതൊരു 100 ബെഡഡ് ഹോസ്പിറ്റലാണെന്നാണ് അറിയുന്നത്. 1958. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോമിയോപ്പതിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. അതിൽ റിസർച്ച് എന്ന് പറഞ്ഞൊരു ടാബിലെടുത്ത് കയറി കഴിഞ്ഞാൽ അവർ റിസർച്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിൽ പബ്ലിഷ് ചെയ്യണമെന്നോ അല്ല ഈ പറയുന്നത്. എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യാമല്ലോ. അതുപോലും ഒരെണ്ണം പോലെ എഴുതാനില്ല. വെബ്സൈറ്റ് 2018 തോന്നുന്നു വന്നത്, എനിക്കറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് 61 ഇയേഴ്സ് ഫസ്റ്റ് ഡിസ്പെൻസറി വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ 61 വർഷമായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ട്. സമയം തന്നില്ല എന്ന് മാത്രം ആരും പറയരുത്. കാരണം ഇതേ സമയത്ത് തന്നെയാണ് ഇവിടെ മോഡേൺ മെഡിസിൻ വളർന്നുകൊണ്ടിരിക്കുന്നത്.
ഒരുമിച്ച് തന്നെയാണ് പിച്ച വെച്ച് തുടങ്ങിയത്. പക്ഷെ അവരിന്ന് മുതുക്കന്മാരായി. ഇപ്പൊ നമ്മളിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും മുട്ടിലഴിഞ്ഞെന്നും പറയാൻ പറ്റില്ല, കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഇത്ര വർഷം കിട്ടിയിട്ടും നമ്മൾ ചെയ്യുന്നില്ല. ഇനി എത്ര വർഷം വേണ്ടി വരും? ഇനി എത്ര പുതിയ ആളുകളെ നമ്മൾ ഇതിനകത്തേക്ക് ചാടിക്കേണ്ടി വരും? എന്നാലാണ് ഇത് പഠിക്കാൻ? ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ നല്ലത്. നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞത്. കേരളത്തിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാരണം, ഇന്ത്യയിൽ ഹോമിയോപ്പതി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിലുള്ളൂ ഇതേപോലെ ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി ഇത്ര അധികം പോപ്പുലറായിട്ട് നിൽക്കുന്നത്. അത് ഒന്ന് കേരളം തന്നെയാണ്, നമ്പർ 1. അല്ലെങ്കിൽ കേരളം നമ്പർ 1 ആണ്. ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഒരു സംശയം വേണ്ട. എല്ലാ പഞ്ചായത്തിലും ഓരോ ക്ലിനിക്ക് എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ മാത്രം ഒരു അഭിമാനം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്നിട്ടും ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. കേരളം വിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവിടെ BHMS എഴുതുന്നത് മോഡേൺ മെഡിസിനിലേക്കുള്ള ബാക്ക് ഡോർ എൻട്രി ആയിട്ടാണ്. BHMS കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അലോപ്പതി മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ പോയി ഡ്യൂട്ടി ഡോക്ടേഴ്സായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹോമിയോപ്പതി BHMS ഡിഗ്രി ഹോൾഡേഴ്സിന് പഠിക്കാൻ വേണ്ടി മോഡേൺ ഫാർമക്കോളജിയിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മോഡേൺ മെഡിസിൻ എഴുതാം. ചില മെഡിസിൻസ് ഇപ്പോൾ ഗവൺമെൻറ് പുതിയൊരു റൂള് കൊണ്ടുവന്നു, അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ ഓഫീസേഴ്സ്. അതും ഇപ്പോൾ വരാൻ പോകുന്നു. ചില സ്ഥലത്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ആയുർവേദക്കാർക്ക് ഓൾറെഡി തുടങ്ങി. ഹോമിയോപ്പതിക്കാർ ആദ്യം അതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഹോമിയോപ്പതിക്കാരും ആയി തുടങ്ങും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ BHMS പഠിച്ചു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മരുന്നാണ് എഴുതുന്നത്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇത് ബേസിക് ഡിഗ്രി ആയിട്ട് പഠിപ്പിക്കുന്നതെന്നാണ് ചോദിക്കണേ. നമ്മളുടെ ആവശ്യം റൂറൽ ഇന്ത്യയിലെ ഡോക്ടേഴ്സിൻ്റെ സ്കാർസിറ്റി അഡ്രസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ വേറെന്തോ ചെയ്തിട്ട് പിന്നെ ഒരു ബാക്ക് ഡോർ എൻട്രി, പിന്നെ ഒരു ലാറ്ററൽ എൻട്രി, ഇത് ശരിയാവില്ല. ഇത് ഓൾറെഡി നമ്മളുടെ സിസ്റ്റം, ഈ ഹെൽത്ത് കെയർ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് താറുമാറായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇത് ഇനിയെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും കുഴപ്പത്തിലേക്കാണ് പോവുക എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിന് മാത്രം നമ്മൾ എന്തുകൊണ്ട് ഫോക്കസ് ചെയ്തു? കാരണം ഇത്രയധികം സപ്പോർട്ട്, ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി ഇതിവിടെ ചെയ്യുകയും ഇത്ര അധികം സമയം ലഭിക്കുകയും ചെയ്ത മറ്റൊരു സംസ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിലില്ല. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിനടുത്ത് പറയുന്നത്. പിന്നെ ഉള്ളത് വെസ്റ്റ് ബംഗാളാണ്. അവിടെയൊക്കെ പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു മെസ്സേജ് ചെയ്തു, എനിക്ക് ഹോമിയോപ്പതിയിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. നമ്മളിതൊക്കെയാണ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇത് പറയലും കുറേ അവിടുത്തെ ക്ലിനിക്കിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചത്. അപ്പോൾ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന ഡിഗ്രി, ഡോക്ടറുടെ പേര് പറയുന്നില്ല, അതിൻ്റെ താഴെ BDMS. അപ്പം ഞാൻ ചോദിച്ചത് ഏതാ ഡിഗ്രി എന്ന് ചോദിച്ചു. BDMS. അപ്പം എന്നോട് പറഞ്ഞു ഇത് ബയോകെമിക് ഡിപ്ലോമ മെഡിക്കൽ സയൻസ്, അതാണ് ഡിഗ്രിയുടെ പേര്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഈ ബയോകെമിക്? അറിയില്ല. അപ്പോൾ ക്ലിനിക്കിലിരിക്കുന്നു, സ്റ്റെത്തിട്ട് ഇരിക്കുന്നു, കുറേ മെഡിസിൻസ് ഉണ്ട്, കുറേ രോഗികളുണ്ട്, പക്ഷെ അവർ ചെയ്യുന്നത് ഹോമിയോപ്പതി പ്രാക്ടീസാണ്. ഈ ആൾക്കാണ് ഹോമിയോപ്പതി ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരിക്കണം. ഇതാണ് അവിടുത്തെ ഹോമിയോപ്പതി. കേരളത്തിൽ അങ്ങനെ ഒരു ഡോക്ടറെ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഇവിടുത്തെ ഒന്നില്ലെങ്കിലും ഇവിടുത്തെ ഡോക്ടേഴ്സ് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ വിമർശനങ്ങൾ അവർക്ക് കൊള്ളുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഇതിൽ അഡ്രസ്സ് ചെയ്യേണ്ട റിയാലിറ്റി അത് വേറെയാണ്. അപ്പം ഇന്ന് ഹോമിയോപ്പതി നിലനിൽക്കുന്നത് കേരളത്തിലെ ഒരു പിക്ചർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ടെസ്റ്റിമോണിയൽസ് വെച്ചിട്ടാണ് കൂടുതൽ, അനുഭവ സാക്ഷ്യങ്ങൾ. ഇപ്പം നമ്മളിവിടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആദ്യം റിഫ്യൂട്ട് ചെയ്യാൻ വരുമ്പോൾ എടുക്കുന്ന ആദ്യത്തെ കമൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് അസുഖങ്ങൾ മാറ്റിയിട്ടുണ്ട്, അതെങ്ങനെയാണെന്നാണ് ചോദിക്കുക. അസുഖങ്ങൾ ഞാനും മാറ്റിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കൊടുത്ത മരുന്നുകൊണ്ടാണോ അത് മാറിയേ എന്ന് വെരിഫൈ ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി എനിക്കുണ്ട്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അത് ചെയ്യാതെ നമ്മൾ കൊടുത്ത മരുന്ന് കൊണ്ടാണ് അത് മാറിയത് എന്ന് നമ്മൾ അവകാശം ഉന്നയിച്ചാൽ അത് വെറും ഒരു ടെസ്റ്റിമോണിയൽസ് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ആ ലെവലിലാണ് നിൽക്കുന്നത്. ഇത് ക്വാളിറ്റി ഓഫ് എവിഡൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നതാണ് ഈ സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറയുന്നത്. അത് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ബേസിലാണ്. 61 വർഷമായിട്ട്
ഇനിയെങ്കിലും മുകളിലേക്ക് കയറി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. പഠിച്ചിറങ്ങുന്ന കുട്ടികളെ കപടശാസ്ത്രം പഠിച്ചവൻ എന്നുള്ള വിളിപ്പേര് ഒഴിവാക്കിക്കുക. അത് ചെയ്യേണ്ട ബാധ്യത ഇവിടെയുള്ള ഡോക്ടേഴ്സിനുണ്ട്, അക്കാഡമീഷ്യൻസിനുണ്ട്. ഗവൺമെന്റിനാണ് അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം. ഇതൊക്കെ പറയുമ്പോൾ ഒരു ചോദ്യം പിന്നെ വരുന്നത് ഇതാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് അസുഖം മാറിയത് അല്ലേ? ചോദ്യമാണ്. പിന്നെ വരും, ഇത് ഫലമില്ലെങ്കിൽ ഇതിങ്ങനെ നിലനിൽക്കും. ഇത്രയും കാലം 61 വർഷം ഇങ്ങനെ നിന്നത് ഒരു ചോദ്യമാണ്. അതുപോലെ ഫലമില്ലാത്തതിനെ സർക്കാർ ഇങ്ങനെ പിന്താങ്ങുമോ? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ. സ്വാഭാവികമായിട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യങ്ങളാണ്. കേൾക്കുമ്പോൾ അത് ന്യായമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മളും അങ്ങനെ ചിന്തിച്ച് ഇതേ ചോദ്യങ്ങൾ ന്യായീകരിക്കുന്ന സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഞാൻ. സർക്കാർ കൊണ്ടു നടക്കുന്നില്ലേ, ഒന്നും അറിയാതെയാണോ സർക്കാർ അത് ചെയ്യുക എന്ന് ചോദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്ന് നമ്മൾ തിരിച്ചറിയാണ്. കാരണം ഒരു സയന്റിഫിക് ടെമ്പർ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണെങ്കിൽ ഇതൊന്നും ഇവിടെ സംഭവിക്കില്ല. നമ്മളുടെ നാടിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇന്നും ഹോമിയോപ്പതി ഇവിടെ നിലനിൽക്കുന്നത്. ഒരു ഡെമോക്രാറ്റിക് സ്വഭാവം, പിന്നെ ഒന്ന് പറഞ്ഞ അടുത്തതിന് സമരം, ആ രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന് ഒരു വോട്ട് ബാങ്കും എല്ലാം മുന്നിൽ കണ്ട് എടുപിടി എന്ന് പറഞ്ഞിട്ട് ഒരു അബോളിഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ പോകാൻ കഴിയില്ല. എന്നാൽ ഇതൊക്കെ വളരെ മാന്യമായിട്ട് കൈകൊള്ളുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ ലോകത്തുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വാട്സപ്പിലൂടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അതായത് സ്വിറ്റ്സർലാൻഡിൽ ഹോമിയോപ്പതി അടിപൊളിയാണ്, അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അവിടെ ഡെഡ് ലൈൻ വെച്ചിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡെഡ് ലൈൻ ഓൾറെഡി 2017 കഴിഞ്ഞു. അതായത് തെളിവ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അവിടെ. അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരും. ഇത് 2012 വന്ന കാര്യമാണ്. ലെജിറ്റിമേറ്റ് മെഡിസിൻ ആയിട്ട് അവർ അംഗീകരിച്ചു താൽക്കാലികമായിട്ട്. പക്ഷെ അതിനകത്ത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ഹോമിയോ എന്ന് പറഞ്ഞിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. അത് ഓതറൈസ്ഡ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അവരുടെ അടുത്ത് പോയാൽ മാത്രമാണ് റീഇംബേഴ്സ്മെന്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിൻ്റെ റീഇംബേഴ്സ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇൻഷുറൻസ് കവറേജ്. കാരണം അവിടുത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫണ്ടഡ് ആണ്, നമ്മളുടെ നാട്ടിലെ പോലെയല്ല. നമ്മളുടെ നാട്ടിലും ഇതേപോലെ ഒരു സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ നടക്കേണ്ടി വരും. കാരണം ഇതെല്ലാം ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്നുകിൽ അതുവരെ നമ്മൾ കാത്തിരിക്കുക. പക്ഷെ അതുവരെ കാത്തിരുന്നാലുള്ള കുഴപ്പം എനിക്ക് ഹോമിയോപ്പതിക്കാരോട് പറയാനുള്ളത്, ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇത് വരാതിരിക്കണമെങ്കിൽ അവരിങ്ങോട്ട് വന്ന് നിങ്ങളെ റിവ്യൂ നടത്തി നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് ഇനിയെങ്കിലുമുള്ള ഈ കുറഞ്ഞ സമയം, വർഷങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന എൻ്റെയോ അല്ലെങ്കിൽ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ആളുകളുടെ ഉത്തരവാദിത്തമല്ല ഇത് റിസർച്ച് ചെയ്യാന്നുള്ളത്. ഇവിടെ റിസർച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായി ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. CCRH അവരൊക്കെ എന്താ ചെയ്യുന്നത്? അതേപോലെ ഗവൺമെന്റിന്റെ ബോഡീസ് ഇഷ്ടം പോലെ, എത്ര 5 മെഡിക്കൽ കോളേജുകളുണ്ട്, ഇത്രയധികം സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ദിവസവും 100 കണക്കിന് രോഗികൾ വന്നു പോകും. ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു തുമ്മലോ എങ്കിലും എടുത്തിട്ട് ഇത് ഞങ്ങൾ കൊടുത്തു, കൺട്രോൾ നടത്തി, കിട്ടിയപ്പോൾ ഇതാണ് ഒരു ഡാറ്റ. അത്രേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഡാറ്റ വെച്ചിട്ട് ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ കൊടുത്ത് നിങ്ങൾ പബ്ലിഷ് ചെയ്യുക, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അത് ഹോമിയോപ്പതി സമൂഹത്തിൻ്റെ ഒരു മുൻകൈയിൽ ചെയ്താൽ മാത്രമാണ് ഈ ഇൻഷുറൻസ് സെക്ടർ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ചത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. മറ്റ് ഗവൺമെന്റുകൾ ചെയ്തത്, NHSലെ സപ്പോർട്ട് അത് പിൻവലിച്ചു. ഇതെല്ലാം ഇതൊന്നും വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതൊന്നുമല്ല, 2018 നടന്ന കാര്യമാണ്. ഫ്രഞ്ച് യൂണിവേഴ്സിറ്റി ഹോമിയോപ്പതി ഡിഗ്രി പഠിപ്പിക്കുന്നത് ഒഴിവാക്കി. 2018 ന്യൂസാണ്. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു വേർഡ്, മിസ്യൂസ് ഓഫ് പബ്ലിക് ഫണ്ട്സ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഗതി ചർച്ചാ വിഷയമാവും തോന്നുന്നുണ്ടോ ഈ അടുത്തെങ്ങാനും? നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികൾ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ കിടക്കുകയാണ്. ഇത് വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം വാദം മുന്നോട്ട് വരാതിരിക്കണമെങ്കിൽ ഹോമിയോപ്പതി സമൂഹം ഉണർന്നേ പറ്റുള്ളൂ. ഫ്രാൻസ് ടു സ്റ്റോപ്പ് റീംബാൽ എങ്ങനെ ഇരിക്കും?
പിന്നെ നമ്മൾ പറയും ഇപ്പോൾ ഹോമിയോപ്പതിനെ പറയുമ്പോൾ ജർമ്മനിയിൽ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ തട്ടിയിടുന്നതാണ്, IMAയുടെ കഥകളാണ്, ഇതാണ് പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതാണ്, ഇതുപോലെയാണ് പറയുന്നത്. ഇത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ജർമ്മൻ ആയിട്ടുള്ള ഒരു വനിത എഴുതിയ ഒരു കമൻ്റാണ്. അവർ അതിനകത്തിട്ടൊരു പോസ്റ്റാണ്. അതിനകത്ത് എടുത്ത് പറയുന്നത്, ഇൻ ജർമ്മനി ഹോമിയോപ്പത്സ് ആർ നൗ പബ്ലിക്ലി ഡിഫൈംഡ് ആൻഡ് ഇൻസൾട്ടഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡിസ്ഹോണസ്റ്റ്ലി ഹാർമിംഗ് ദ പേഷ്യൻറ്റ്. ആ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ഹോണസ്റ്റ്ലി ഹാർമിംഗ് ദ പേഷ്യൻറ്റ്. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ഹോമിയോ ഡോക്ടറാണ്. അപ്പം ഇതിൽ അവർ സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജർമ്മനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഡേറ്റ് 2018-ലാണ് വന്ന കമൻറ്റ്. വർഷങ്ങൾക്ക് മുന്നേ ഒന്നുമല്ല. ഈ സമയത്ത് നടന്ന ഈ കമൻറ്റ് സൂചിപ്പിക്കുന്നത് ജർമ്മനിയിൽ കാര്യങ്ങൾ പന്തിയല്ല, നമ്മുടെ തറവാട്ടിലും ഉറുമ്പരിച്ച് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹോമിയോപ്പതിക്കെതിരെ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വാദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തനി സ്വഭാവം പുറത്തെടുക്കും. ആ സ്വഭാവം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ക്രിറ്റിസിസം ഈസ് കോൺസ്പിറസി. ഒരു ക്രിറ്റിസിസവും നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ എടുക്കില്ല. നമ്മളെടുക്കുക അത് കോൺസ്പിറസി ആയിട്ടാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇത് നമ്മളെ മാഫിയ കമ്മിറ്റി എടുത്തതാണ്. ഈ രീതിയിലാണ് നമ്മൾ അതിനെ ഉരുട്ടിക്കൊണ്ടുവരിക. അവിടെ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുമോ? നമ്മളുടെ നാട്ടിൽ ആസ്ട്രോളജിയിൽ MA കൊടുക്കുന്നുണ്ട്, ജ്യോതിഷം. വെറുതെ പറയുന്നതല്ല, അതിൻ്റെ സിലബസ് വായിച്ച് നോക്കാം. കാണുന്നുണ്ടോ? അതിൽ കാണുന്നത് പ്രഡിക്ഷൻസ് ബേസ്ഡ് ഓൺ ഗ്രഹ ആൻഡ് ഉപഗ്രഹ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ജ്യോതിഷ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒന്ന് തല്ലരുത്. അതേപോലെ അതിൻ്റെ താഴെ കാണാം പ്രാക്ടീസ് ഓഫ് ആസ്ട്രോളജി 1-2 പേപ്പർ 2 ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതും നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചോദിക്കണതിൽ ഒരു അർത്ഥമില്ല. ഫലമില്ലാത്തത് കൊണ്ട് ഒന്നുമില്ലാതെ ഗവൺമെൻറ് പഠിപ്പിക്കുമോ? ഇതിവിടെ ഉണ്ടാവുമോ? അസത്യമായ ഒരു സംഗതിനെ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ബേസിസും ഇല്ലാത്ത സംഗതിയാണെങ്കിൽ ഇതിവിടെ ഉണ്ടാവുമോ? ഗവൺമെന്റ് അതിനെ സപ്പോർട്ട് ചെയ്യുമോ? ഈ കോഴ്സസ് ഒക്കെ പേര് കേട്ട യൂണിവേഴ്സിറ്റിയിലാണ്. ഒന്ന് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എല്ലായിടത്തും കേൾക്കുന്ന ഒരു പേരാണത്. അപ്പോൾ ലാസ്റ്റ് വരുന്ന ചോദ്യം ഇതാണ്, ലോകത്ത് എവിടെയെങ്കിലും ഹോമിയോപ്പതി നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഹോമിയോപ്പതി അവിടെ നിരോധിച്ചു, ഇവിടെ എവിടെ നിരോധിച്ചിട്ടില്ല. സംഭവിച്ചത് ഇതാണ്, ഇതിങ്ങനെ ഒരു അട്രീഷനാണ്, ഇതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന പോലെ അല്ല ഇന്നുണ്ടാവുന്നത്. ഇത് ഇനിയും വർഷങ്ങൾ നീങ്ങുമ്പോൾ വീണ്ടും ചുരുങ്ങും. പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ചുരുങ്ങും. ഇതേപോലെയാണ് വരിക. പക്ഷെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും കണക്കുകൾ കാണിച്ചിട്ടാണ്. ഹോമിയോപ്പതിയുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ വളരെയധികം ബൂം ചെയ്യുന്നു, ഇതാണ് നമ്മൾ പറയാറ്. അത് നമ്മളുടെ മാർക്കറ്റിംഗ് MBA ഒക്കെ എടുത്ത ആളുകൾ അല്ലെങ്കിൽ ആ ഫീൽഡിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു ഇയർ അഡ്വാൻസ് ചെയ്യും തോറും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ വില നമ്മൾ കൂട്ടൂലേ, അതുകൊണ്ട് തന്നെ ഒരു ഇൻക്രീസ് വരില്ലേ? അതും ആയിക്കൂടെ ഈ പറയുന്ന ബൂം. അതല്ലാതെ നമ്മൾ എന്ത് ബൂം വന്നു കഴിഞ്ഞാലും അതുടനെ നമ്മൾ ഹോമിയോപ്പതിയുടെ വളർച്ചയാണ് തെറ്റിദ്ധരിക്കുകയും, എന്നാൽ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി. ഇതെങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയാം? ചിന്തിക്കാൻ. അപ്പോൾ എവിടെ നിരോധിച്ചിട്ടില്ല, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഗവൺമെന്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇടുന്നു. കാനഡയിൽ അതാണ് സംഭവിക്കുന്നത്, ഫ്രാൻസിൽ അതാണ് സംഭവിക്കുന്നത്, NHS അതാണ് ചെയ്തത്, പല രാജ്യങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും വരാൻ കിടക്കുകയാണ്. ഇനി ലാസ്റ്റ് നിൽക്കുന്ന ചോദ്യം ഇതാണ്, നമ്മൾ മറ്റ് സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഗവൺമെന്റ് പഠിപ്പിക്കുകയോ ഫലമില്ലാത്തത് കൊണ്ട് നിൽക്കോ, അതൊക്കെ വരാൻ കിടക്കണുള്ളൂ. അതിൻ്റെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗവൺമെന്റ് തന്നെ കാണിച്ചു തരും. ഇനി അവസാനത്തെ ചോദ്യം ഇതാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് അസുഖം മാറുന്നതെന്നുള്ളത്, അതിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഇത് ഫലിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത്? വളരെ കൺസൈസ് ആയിട്ട് നമുക്ക് പറയാം. അതിലൊരു 6-7 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ഡിസീസ്.
ഏതൊരു അസുഖത്തിനും ഒരു നാച്ചുറൽ കോഴ്സ് ഉണ്ട്. നമ്മൾ സെൽഫ് ലിമിറ്റിംഗ് എന്നൊക്കെ വിളിച്ച് നമ്മളെ കളിയാക്കാറുണ്ട് ആളുകൾ. നമ്മൾ പനി മാറ്റി, ചുമ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നാച്ചുറൽ കോഴ്സ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്? എപ്പോഴും ഒരു ഡിസീസിന് ഒരു ഇൻക്രീസിങ് ഫേസ് ഉണ്ടാവും, ഒരു സിവിയറിറ്റി അറ്റൈൻ ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് താഴേക്ക് വന്ന് അത് നോർമലായിട്ട് ഇല്ലാതെ പോകുന്നൊരു ഫേസ് ഉണ്ടാവും. അത് അക്യൂട്ട് ഡിസീസിലും ഉണ്ടാവും, ക്രോണിക് ഡിസീസിലും ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു അക്യൂട്ട് ഡിസീസിലെയാണ്, ഇൻഫ്ലുവൻസ. റൈറ്റ് സൈഡിൽ കാണുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലുള്ളതാണ്. ഇതിൽ രണ്ടിലും ഉണ്ട് ഈ പറയുന്ന ഈ നാച്ചുറൽ കോഴ്സ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. അത് വന്നും പോയും വന്നും ഇരിക്കും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കൈവിട്ടു പോകും. അത് വിട്ടുപോകാതിരിക്കാനാണ് നമ്മൾ മെഡിസിനൽ ഇൻ്റർവെൻഷൻ നടത്തുന്നത്. അത് ഇൻഫ്ലുവൻസയിൽ ഒരു തരത്തിലായിരിക്കും, അത് ക്യാൻസറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളിൽ വേറെ തരത്തിലായിരിക്കും. ഈ രീതിയിലാണ് അത് പോവുക. അപ്പോൾ ഒരു റീസൺ ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ ചോദ്യം, എല്ലാ അസുഖവും ഇങ്ങനെ ആവോ, സെൽഫ് ലിമിറ്റിംഗ് ആവോ എന്നുള്ളതാണ്. അത് ആവില്ല. അത് കൺട്രോൾ സ്റ്റഡി നടത്തിയിട്ട് ഇത് ഞാൻ മരുന്ന് കൊടുത്തപ്പോൾ തന്നെയാണ് മാറിയത് എന്ന് ബോധിപ്പിക്കേണ്ട ബാധ്യത അത് ഹോമിയോ ഡോക്ടർക്കാണ്, അല്ലെങ്കിൽ ഈ ഹോമിയോപ്പതി മേഖലയിലുള്ളവർക്കാണ്. അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വെബ്സൈറ്റിൽ ഒഴിഞ്ഞടക്കുമായിരുന്നോ? രണ്ടാമത്തത്, ഇതിൻ്റെ ബാക്കിയായിട്ട് ഒരു സർവൈവൽ റേറ്റ് നമ്മൾ പറയാറുണ്ട്. 5 year സർവൈവൽ റേറ്റ് കാണുന്നുണ്ടാവും. അത് ക്യാൻസർ കേസസിൽ പറയുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു രോഗി വരുന്നു, അല്ലെങ്കിൽ ഒരാൾ വരുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയുന്നു, എനിക്ക് ക്യാൻസർ ആയിരുന്നു, അത് മാറി, അത് ഹോമിയോ കഴിച്ചിട്ടാണ് മാറിയത്, അല്ലെങ്കിൽ ഞാൻ നാട്ടുമരുന്ന് കഴിച്ചിട്ടാണ് മാറിയത്, അല്ലെങ്കിൽ മുള്ളാത്ത അല്ലെങ്കിൽ ലക്ഷ്മി തരു കഴിച്ചപ്പോഴാണ് മാറിയത് എന്ന് നമ്മൾ പറയുകയും അത് അഭിമാനം കൊള്ളുകയും ചെയ്യാറുണ്ട്, അല്ലേ? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. എന്നാൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അസുഖമല്ല. അതിനകത്ത് ഒരുപാട് എലമെന്റ്സ് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പരിഗണന കൊടുക്കേണ്ടത് അത് ഏത് ലൊക്കേഷനിലാണെന്നുള്ളത്, ഏത് അവയവത്തിനാണ്, ഏത് ഓർഗനിലാണ് അത് ബാധിച്ചത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം, അതിൻ്റെ പ്രോഗ്നോസിസ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഒരു മെലനോമ എന്ന് പറയുന്ന ക്യാൻസർ പോലെ ആയിരിക്കില്ല ഒരു പാൻക്രിയാസിൽ വരുന്ന ക്യാൻസർ. അതാണ് അതിൽ കാണുന്നത്. പാൻക്രിയാസിൽ വന്നാൽ അത് വളരെ ഡെഡ്ലിയാണ്. 5 year വിത്ത് ട്രീറ്റ്മെൻറ്റ് 5 years സർവൈവ് ചെയ്യാനുള്ള റേറ്റ് വളരെ കുറവാണ്. അതേസമയം മെലനോമ ചിലപ്പോൾ അതൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ പോലും സർവൈവ് ചെയ്യും. അതാണ് അതിൽ കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെങ്ങാനും ഒരു ഹോമിയോ മരുന്ന് കൊടുത്തിട്ട് നമ്മളെന്ത് പറയും? നമ്മൾ മരുന്ന് കൊടുത്തു, ഇത് മാറി. നമ്മളൊരു റോങ് ആട്രിബ്യൂഷനാണ് അവിടെ നടത്തുന്നത്. നമ്മൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ, ഹോമിയോപ്പതി മേഖലയിൽ നമുക്ക് ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് കണക്കുകൾ പുറത്തു വരട്ടെ. നമ്മൾ ഇനി എന്നാണ് കാത്തു നിൽക്കുന്ന എന്നത്തേക്കാണ് കണക്കുകൾ വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. എവിഡൻസ് അതാണ്. അതല്ലാതെ ഞാൻ മാറ്റി, അവിടെ മാറി, ഇതല്ല. ടെസ്റ്റിമോണിയൽസ് വിട്ടേ പറ്റൂ. ഇനി രണ്ടാമത്തത് സൈക്ലിക്കൽ ആയിട്ടുള്ള എപ്പിസോഡ്സ്. ഹോമിയോപ്പതി മുന്നോട്ട് പോകുന്നത് തന്നെ ഇതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പോസ്റ്റ് ഹോക് ഫാലസി. അതായത് ഒരു കോസും ഇഫക്റ്റും തമ്മിലുള്ള ഒരു കോറിലേഷൻ നമ്മൾ നടത്തുകയാണ് അവിടെ. പൂച്ച കുറുകെ ചാടിയത് കൊണ്ടാണ് എൻ്റെ വണ്ടി തട്ടിയത്, അല്ലെങ്കിൽ എൻ്റെ കാല് മുറിഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ തല കൊണ്ടിടിച്ചത്. പൂച്ചയുടെ വഴിക്ക് പോയതാണ്. പക്ഷെ നമ്മൾ കറുത്ത പൂച്ച ആയതുകൊണ്ട് നമ്മളങ്ങ് ഉറപ്പിക്കുകയാണ് ആ പൂച്ചയാണ് കാരണക്കാരൻ. അതായത് ഒരു ഇവന്റ് നടന്നാൽ അതിന് മുന്നേ എന്തെങ്കിലും ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആദ്യത്തെ ഇവന്റ് നടന്നുകൊണ്ടാണ് ഈ രണ്ടാമത്തെ കാര്യം സംഭവിച്ചത് എന്ന് നമ്മളങ്ങ് ഒരു തിയറൈസ് ചെയ്യണത്, നമ്മളങ്ങ് ബന്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊരു ഫാലസിയാണ്. നമ്മൾ ഇന്ന മരുന്ന് കൊടുത്തത് കൊണ്ടാണ് അസുഖം മാറിയത് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അത് പ്രൂവ് ചെയ്യുന്നുണ്ടാവും. അവിടെയാണ് ചോദ്യം. അവകാശവാദമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഒരു എക്സാമ്പിൾ, ഒരിക്കൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഡോക്ടർ ഒരു കമൻ്റ് ഇട്ടു. ഒരു പ്രഡിക്റ്റീവ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതി ഉണ്ട്. വളരെ വിചിത്രമായ ഒരു ഹോമിയോപ്പതിയാണ്. ജനറ്റിക്സും എംബ്രിയോളജിയൊക്കെ കൂട്ടിക്കുഴച്ച് ഒരു പരുവത്തിലാക്കിയിട്ടുള്ള ഒരു ഹോമിയോപ്പതി. നല്ല രസമാണ്. അതിൽ അവർ പറഞ്ഞ പ്രകാരം ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിൽ പറയാണ്, ഞാൻ രോഗി വന്നു, മരുന്ന് കൊടുത്തു, എനിക്ക് കിട്ടിയ മരുന്ന് ലാക്കസിസ് എന്ന് പറഞ്ഞൊരു മരുന്നായിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം അവരുടെ ലെഫ്റ്റ് സൈഡഡ് അഫിനിറ്റി, എല്ലാ പ്രശ്നങ്ങളും അവരുടെ ഇടതുവശത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മരുന്ന് സെലക്ട് ചെയ്തു. ജയ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇരുന്നു, രോഗിനെ പറഞ്ഞു വിട്ടു.
കുറച്ച് കഴിഞ്ഞപ്പോൾ രോഗിയുടെ ബന്ധുക്കൾ വിളിക്കുകയാണ് ഡോക്ടറെ നേരത്തെ വന്ന രോഗി പുറത്തേക്ക് പോയി, പോണ വഴിക്ക് എവിടെ തട്ടി വീണു, ഇടത്തെ കാല് ഒന്ന് പൊട്ടി. ഉടനെ ഡോക്ടർ പറഞ്ഞ കമന്റ് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡ് അഫിനിറ്റി. അപ്പോൾ ലാക്കസിസ് കറക്റ്റ് ആയിരുന്നു, ആ മരുന്ന് കറക്റ്റ് ആയതുകൊണ്ടാണ് ആ രോഗിയുടെ ഇടത്തെ കാല് പൊട്ടിയതെന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. ഇത് ഫേസ്ബുക്കിൽ എഴുതി. അപ്പോൾ നമ്മൾ ചോദിച്ച അതിൻ്റെ അടിയിൽ പോയിട്ട് ഇതെന്ത് തരം കോറിലേഷൻ ആണത്, ഇതിലെന്താണ് ഒരു വാലിഡിറ്റി ഉള്ളത്, എന്താണ് ഡോക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർക്ക് ഉത്തരമില്ല. അവസാനം ആ പോസ്റ്റ് അവിടുന്ന് മുക്കുകയാണ് ചെയ്തത്. കാരണം ഇതാണ് നമ്മൾ സംഭവിക്കുന്നത്. നമ്മൾ റോങ് ആയിട്ടുള്ള ആട്രിബ്യൂഷൻസും ഇതേപോലുള്ള ഫാലസികളും കുത്തി നിറച്ച് നമ്മളുടെ അവകാശവാദങ്ങൾ ഡിസൈൻ ചെയ്തെടുക്കുക പലപ്പോഴും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത് സെമിനാറുകളിലും ഒക്കെ കൊണ്ടുപോയിട്ട്. പല സെമിനാറുകളിലും പോയിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. എക്സ്റേയുടെ ഡേറ്റ് പോലും മാറ്റാതെ ചിലതൊക്കെ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു എക്സ്റേ എടുപ്പിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ ഡിസൈൻ ചെയ്തെടുക്കാൻ? അതുപോലെ പല പല സംഗതികൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വന്നത്. ഇനി ഈ സൈക്ലിക്കൽ എപ്പിസോഡ്സ് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അസുഖം വന്നാൽ അതിന് ടൈം വെച്ചിട്ട് വരിക, പോവുക, കൂടുക, മാറുക, ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ചില അസുഖങ്ങളിൽ അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നതാണ് അലർജീസ്. ചില കാലഘട്ടത്തിൽ അത് കൂടും, ചില സമയത്ത് ചിലപ്പോൾ രാവിലെ ഉണ്ടാവും, ഉച്ചയാകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഒരു മരുന്ന് കൊടുത്താൽ നമ്മൾ പറയും ആ മരുന്ന് കഴിച്ചുകൊണ്ടാണ് അത് മാറിയത്. പോസ്റ്റ് ഹോക് ഫാലസി വർക്ക് ചെയ്യുന്ന അവിടെയാണ്. രണ്ടാമത്തത് ഇപ്പോൾ ആർത്രൈറ്റിക് പെയിൻസ്, അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ്. ഒന്ന് ഉറക്കം നിന്നാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉള്ള ആൾ ഒരു 2 ദിവസം മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി, ചിലപ്പോൾ തന്നെ മാറും. ചില പ്രോബ്ലംസ് അങ്ങനെ ഫങ്ഷൻ ലെവലാണ് നിൽക്കുക. പിന്നെ ആസ്മ, അതുപോലെ സ്കിൻ കണ്ടീഷൻസ്, ക്രോണിക് പെയിൻസ്, ഡിപ്രഷൻ. ഒരു ചായ കുടിച്ചാൽ ചിലപ്പോൾ ഡിപ്രഷൻ മാറിയെന്ന് വരും. ചിലപ്പോൾ രാവിലെ ഡിപ്രസ്ഡ് ആയിരിക്കും, വൈകിട്ടായപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരാഴ്ച മുഴുവൻ ഡിപ്രസ്ഡ് ആയിരിക്കും, അടുത്ത ആഴ്ച ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതെല്ലാം മാറി മാറി വരുന്നതാണ്. നമ്മുടെ ക്ലിനിക്കിൽ ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ആളുകളൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ചിരി വരും ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ ഒരു ഹോമിയോപ്പതി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിത് കാണുമ്പോൾ ഇതൊക്കെ വലിയ സംഭവമായിരുന്നു. ഇനി പ്ലാസിബോ ഇഫക്റ്റ്, ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കുന്ന ഒരു സംഗതിയാണ്. പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുക ഒരു വെള്ള ഗുളിക കൊടുക്കുന്നു, അസുഖം മാറിയെന്ന് രോഗി ധരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ. അത് പ്ലാസിബോ ഇഫക്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒരു കൂട്ടം സംഗതിയാണ്. അതൊരു കോണ്ടെക്സ്ച്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് ഒരുപാട് കോമ്പണൻസ് വരുന്നുണ്ട്. അതിൽ ഇത് നമ്മൾ പറയും പ്ലാസിബോ എഫക്റ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് അസുഖം മാറാൻ പാടില്ല, ആനിമൽസിനും മാറാൻ പാടില്ല. ഇതാണ് പറയും. ആനിമൽസിനും കുട്ടികളിലും എല്ലാം പ്ലാസിബോ എഫക്റ്റ് ചെയ്യും. എങ്ങനെയാണത്? കാരണം അവിടെ ആ മൂന്നാമത് എഴുതിയിരിക്കുന്നത് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സംഭവം. അതുപോലെ ഒബ്സർവർ ബയാസ്. കുട്ടിക്ക് അസുഖം മാറിയെന്ന് കുട്ടിയല്ലല്ലോ നമ്മളോട് പറയുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ അമ്മ പറയും മാറി അല്ലെങ്കിൽ മാറിയില്ല. ചിലപ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും പറയുന്നത് കുഴപ്പമില്ല, നമ്മളത് മാറി എന്നാകാം. അതേപോലെ ആനിമൽസിൽ, പെറ്റ്സിൽ, അവിടെയും ഇത് സംഭവിക്കും. ഇതെല്ലാം വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള സംഗതികളാണ്. പ്ലാസിബോ ഇഫക്ട്സ് എങ്ങനെയാണ് ആനിമൽസിലും നമ്മളുടെ കുട്ടികളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. പ്ലാന്റ്സിനും ഇപ്പോൾ മരുന്ന് കൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കൺട്രോൾ സ്റ്റഡി നടത്തണ്ടേ, എന്നാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്ലാസിബോ ഇഫക്റ്റിൻ്റെ പിന്നിൽ വളരെ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ന്യൂറോബയോളജിക്കൽ മെക്കാനിസംസ് ഉണ്ട്. കാരണം നമ്മളുടെ ബോഡിയിൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്, ഹോർമോൺസ് ആയിട്ടും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടും. അപ്പോൾ നമ്മളൊരു ചോക്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും, അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം സന്തോഷം വരും. ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും. എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചില നല്ല തലവേദന എടുത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നല്ലൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന മാറും, ചിലപ്പോൾ തലവേദന വരും, പല രീതിയിൽ വരാം. കാരണം നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് ദ കളക്റ്റീവ് ഒരു റിസൾട്ട് ഓഫ് ബ്രെയിൻ ഫങ്ഷനാണ്. അതല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സംഗതിയൊന്നും അതിനകത്തില്ല. ഒരു ബയോകെമിക്കൽ റിയാക്ഷൻസ്, ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ കളക്റ്റീവായിട്ടുള്ള എഫക്റ്റാണ് നമ്മൾ പറയുന്ന തിങ്കിങ് പ്രോസസ്സ്, എല്ലാ സംഗതികളും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങോട്ട് വരുന്നു, പോകുന്നു, ചിലത് എക്സൈറ്റ് ചെയ്യുന്നു, ചിലത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഈ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളും കൺട്രോളിങ്ങും ഒക്കെ നടന്നിട്ടാണ് നമ്മളുടെ തോട്ട് പ്രോസസ്സ് വരുന്നത്.
ആ സംഗതിനെ നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ ഇതേപോലുള്ള സംഗതികൾ പറ്റും. നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കാനബിനോയിഡ്സ്, ഓപ്പിയോയിഡ്സ്, അതുപോലെ സെറോട്ടോണിൻ, ഡോപ്പമിൻ, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം നമ്മളുടെ ചിന്തകളെയും നമ്മുടെ മൂഡിനെയും ഓൾട്ടർ ചെയ്യാൻ പറ്റിയ സംഗതികളാണ്. അപ്പോൾ മരുന്ന് കഴിച്ചു എന്നുള്ളൊരു തോന്നൽ, ഡോക്ടർ ഒന്ന് തൊടുക, ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തന്നെ അസുഖം മാറുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇതേപോലുള്ള പല കോമ്പണൻസ് വരുമ്പോഴാണ് ആ അറ്റ്മോസ്ഫിയർ, നല്ലൊരു ക്ലിനിക്ക്, AC ആണ്, നല്ലൊരു സ്മെല്ല്, ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് ക്ലിനിക്കിനകത്ത്. ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് ചെറിയ മ്യൂസിക് ഇടും. ഇതൊക്കെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റുവൽ ഇഫക്റ്റിൽ വരുന്ന സംഗതികളാണ്. ഇതൊന്നും വേണ്ട, മരുന്ന് കഴിച്ചു എന്നുള്ളൊരു തോന്നലും മതി. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് എലമെൻറ്റ്സ്, കണ്ടീഷനിങ്, എക്സ്പെക്റ്റേഷൻ, അതുപോലെ ലേണിംഗ്, പിന്നെ കോണ്ടെക്സ്ച്വൽ ക്യൂസ്, നമുക്ക് കിട്ടുന്ന ചില ക്ലൂകൾ, അതുപോലെ മോട്ടിവേഷൻ, ഇത് മാറിക്കോളും ധൈര്യമായിട്ടിരിക്കും അല്ലേ. അതുപോലെ ഇമോഷൻസ്, രോഗികളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു, അത് തന്നെ അവർക്ക് ഒരു ഹെൽപ്ഫുൾ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരും. അതുപോലെ വെർബൽ ക്യൂസ്, പിന്നെ കണ്ടീഷനിങ്, ഇതെല്ലാം കളക്റ്റീവായിട്ട് വരുമ്പോഴാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു കണ്ടീഷൻ മാത്രമാണ് ഈ മരുന്ന് എന്ന് പറയുന്നത്. ഇതൊരു കളക്റ്റീവ് എഫക്റ്റാണ്. ഇനി ഇതിലൊരു കുഴപ്പം ഒളിഞ്ഞു കിടപ്പുണ്ട്, നമ്മളിതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അത് നോസിബോ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാമ്പാണ്. അതെപ്പോഴാണ് വർക്കൗട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരിടുന്നത് ഈ മരുന്ന് കൊടുത്തത് കൊണ്ട് അസുഖം മാറി എന്നുള്ള തോന്നലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ റെഫ്യൂട്ട് ചെയ്യാൻ നോക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകിച്ച് റെഫ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതാരും അംഗീകരിക്കാത്ത സംഭവമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണല്ലോ ഈ ഒരു പ്രോബ്ലം വരിക, പ്ലാസിബോ ഇഫക്റ്റ്. അതേസമയം ഒരാൾ വരികയാണ്, ഡോക്ടർ തന്ന ഈ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഈ പ്രശ്നം കൂടിയത്, എൻ്റെ വായ പൊട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ എൻ്റെ മുടി കൊഴിയാൻ തുടങ്ങി, അല്ലെങ്കിൽ എൻ്റെ കൈവേദന കൂടി എന്നും പറഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഹോസ്പിറ്റൽസൊക്കെ അടിച്ചു പൊളിക്കുന്ന രീതിയിൽ തല്ലി പൊളിക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു ഹോമിയോ ക്ലിനിക്ക് ഒരാൾ തല്ലി പൊളിച്ചെന്ന് വിചാരിക്കാം, ഡോക്ടറുടെ മരുന്ന് കഴിച്ചിട്ടാണ് എൻ്റെ കുട്ടി കുഴപ്പത്തിലായതെന്ന് പറയാം. ഡോക്ടർ എങ്ങനെ വാദിക്കും? ഇതെൻ്റെ മരുന്ന് കൊടുത്തിട്ടല്ല മോനെ ഇത് മാറിയത് എന്ന് വാദിക്കണ്ടേ? എങ്ങനെ വാദിക്കും? ഇതാരെങ്കിലും ചിന്തിക്കും? കാരണം നമ്മളുടെ മരുന്ന് കൊടുത്തിട്ടാണ് ഇത് മാറിയത് എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇത് കൊടുത്താൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കേണ്ട ബാധ്യത. ഇത് രണ്ടും നമ്മളെ കൊണ്ടാവും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഒന്ന് ഉണർന്ന് സയൻറ്റിഫിസിറ്റി ഒക്കെ പഠിച്ച് ഗോമൂത്രമൊക്കെ മാറ്റിവെച്ച് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചാൽ നമ്മൾ കൊടുക്കും. കാരണം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്നും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിലെങ്കിലും ഇത് വർക്ക് ചെയ്തില്ല എന്നും പ്രൂവ് ചെയ്യേണ്ടി വരും. ഇതെങ്ങനെ സാധിക്കും? ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവും നമ്മളുടെ കുട്ടിച്ചാത്തനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ മരുന്നിൽ? എൻ്റെ കുട്ടിച്ചാത്തൻ ഇതാണ്, ഈ കുട്ടിച്ചാത്തന് ഈ കഴിവില്ല എന്നെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ആലോചിക്കാം. ഇനി നാലാമത്തത് കൺഫർമേഷൻ ബയാസ്. ഏറ്റവും പ്രബലമായ ഒരു ബയാസ്, എല്ലാ ഹോമിയോ ഡോക്ടേഴ്സും ഒരേപോലെ കൊണ്ടു നടക്കുന്ന ഒരു ബയാസാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സംഗതികൾ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പാകത്തിനുള്ള സംഗതികൾ മാത്രമാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ ചെറിയ പിക്കിങ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിലുണ്ട്, ഫ്രാൻസിലുണ്ട്, അതെടുത്തു, കേരളത്തിലുണ്ട്, ജനനി പ്രൊജക്റ്റിലുണ്ട്, ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ്. ഇതെല്ലാം ക്യൂറാണ്, അപ്പോൾ ഹോമിയോപ്പതി വർക്കിംഗ്, ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് വളരെ ചെറിയ പോർഷനേ ആവുന്നുള്ളൂ. ഇതിനെ റെഫ്യൂട്ട് ചെയ്യാൻ വേണ്ട സംഗതികൾ, ഒരു വലിയ കൂട്ടം തെളിവുകൾ, എവിഡൻസസ്, അത് പുറത്ത് വേറെ മാറി നിൽപ്പുണ്ട്. അത് നമ്മൾ എടുക്കില്ല. അത്രയും വലിയ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നു ദസ് ഹോമിയോപ്പതി വർക്ക്സ്. യെസ്, ഇതാണ് നമ്മൾ പറയുന്നത്. നമുക്കതാണ്, നമുക്ക് എല്ലായിടത്തുനിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള തെളിവുകൾ നമ്മൾ എടുക്കുന്നില്ല. ഇതാണ് ഒരു മേജർ 4 പോയിന്റ്സ്. ഇനി ബാക്കിയുള്ള ഒരു 4-5 പോയിന്റ്സ്, അതായത് ഒന്ന് റോങ് ക്രെഡിറ്റ്സ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാൻസർ കേസസിൽ സർവൈവൽ റേറ്റ് കൂടിയ കേസിലായിരിക്കാം, അല്ലെങ്കിൽ അത്തരം കേസുകളിലോ അല്ലെങ്കിൽ മറ്റെന്ത് കേസാണെങ്കിലും നമ്മൾ മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം പറയും ഇംഗ്ലീഷ് മരുന്നും കഴിച്ചോ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ക്രെഡിറ്റ് നമ്മളുടെ മരുന്നാണ് കൊണ്ടുപോകും. രോഗിക്കും അതാണ് ഇഷ്ടം, ഞാൻ ഹോമിയോ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആയുർവേദം കഴിക്കുന്നുണ്ട്.
അതാണ് എൻ്റെ അസുഖം മാറ്റിയത് എന്ന് പറയാനാണ് അവർക്കും ഇഷ്ടം ഇന്ന്. പക്ഷെ ചില വിദേശ രാജ്യങ്ങളിൽ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചു എന്ന് പറയാൻ നാണം തോന്നുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഇവിടെ ഒരാൾ ജ്യോതിഷിയുടെ അടുത്തൊക്കെ പോകുന്ന പോലെ ഒളിച്ചും പാത്തൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം ഒരു സൊസൈറ്റി മാറിക്കഴിഞ്ഞാൽ അത്തരം സംഗതികളൊക്കെ ഒരു നോർമൽ സംഭവം അല്ലാതെയായി മാറും. ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് സിസ്റ്റംസ് അതാണ് നമ്മളുടെ നാട്ടിൽ വരാൻ കിടക്കുന്നത്. പിന്നെ എറേഴ്സ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് പ്രോഗ്നോസിസ് നമ്മൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ ഡയഗ്നോസിസ് തെറ്റി, പക്ഷെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു മാറുന്നു എന്ന് നമ്മൾ പറയുകയാണ്. അതെങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും? ഇതേപോലെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ മുന്നിൽ വരും. പിന്നെ ഒന്നാണ് ഏറ്റവും ഫൈനൽ, ദ ബിലീവർ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതായത് അത് രോഗിക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ആ രോഗി വന്നിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം കുറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും പറയുക ഇല്ല എൻ്റെ അസുഖം മാറി. കാരണം ഹോമിയോപ്പതിനെ തള്ളി പറയാൻ ആവില്ല. കാരണം ആ ഹോമിയോപ്പതിനെ അത്രയധികം സ്നേഹിക്കുന്ന ആളായിരിക്കും. ഇപ്പം മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. വാക്സിനേഷൻ പോലും എടുക്കില്ല അവർ. എൻ്റെ കുട്ടിക്ക് വാക്സിനേഷൻ ഒന്നും വേണ്ട. നമ്മളും അങ്ങനെ പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, ബോധമില്ലാത്ത കാലത്ത്. അപ്പോൾ നമ്മൾ അവിടെ പറയുന്നത് എന്താണ്, ഹോമിയോപ്പതി മരുന്നുണ്ടല്ലോ അത് മതിയല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സെപ്പറേറ്റ് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മോഡേൺ മെഡിസിൻ വേറെ, ഹോമിയോപ്പതി വേറെ. ഇതെല്ലാം ഇതിനൊക്കെ തുടച്ചു നീക്കിയ ഒരു അരിപ്പ പോലെ കൊണ്ടുവന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സാധനമാണ് ഈ മോഡേൺ മെഡിസിൻ. ഈ ഹോമിയോപ്പതി, ആയുർവേദം, ആയുഷ് എന്നൊക്കെ പറഞ്ഞ അരിപ്പയിലൂടെ താഴെ പോയ സംഗതിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് ഈ വിഷയം. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും ആലോചിക്കാം ഇതിലെന്താ വാസ്തുവുള്ളത്. എട്ടാമത്തെ ഒരു പോയിന്റ്, ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ ഇന്ന് പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അതിതാണ്, ഫേക്ക് ഹോമിയോപ്പതി. ഹോമിയോപ്പതി എന്ന വ്യാജേന കൊടുക്കുന്ന ഹോമിയോപ്പതി അല്ലാത്ത മരുന്നുകൾ. നമ്മൾ നേരത്തെ ഹോമിയോപ്പതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു, എന്താണ് ഹോമിയോപ്പതി എന്നുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് സിമിലിയ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞതാണ്, അതായത് വൈറ്റൽ ഫോഴ്സ്, ഡൈനാമിക് ഇൻഫ്ലുവൻസ്. അത് ഇമ്മെറ്റീരിയൽ ലെവലിലായിരിക്കണം അത് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് മെറ്റീരിയൽ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് നടക്കുന്ന എന്താണെന്ന് നമ്മൾ നോക്കാം. ഇന്നത്തെ ഹോമിയോപ്പതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേര് ഇതാണ്, ഹെർബോ മിനറൽ പതി. ഹോമിയോപ്പതിയൊക്കെ പോയി. കാരണം കുറേ പച്ചല മരുന്നുകൾ, അതായത് ഹെർബൽ മരുന്നുകൾ, പിന്നെ കുറേ മിനറൽസ്, ഇതിൻ്റെ ഒക്കെ കൂടിയുള്ള ഒരു ഉപയോഗം. അതിൻ്റെ ക്രൂഡ് സബ്സ്റ്റൻസ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു, മദർ ടിഞ്ചറുകളായിട്ടും പല സംഗതികൾ. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു സംഗതിയാണ് അശ്വഗന്ധ, റോൾഫിയ, ആൽഫ, ഹൈഡ്രാസ്റ്റിസ്, പിന്നെ നമുക്കറിയാം ഫിനോഫ്തലീൻ 1X, ബയോകെമിക്സ്, പിന്നെ അങ്ങനെ ഒരുപാട് ലോ പൊട്ടൻസീസ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സും മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെള്ളപ്പൊടിയും വെള്ള ഗുളിയൊക്കെ കൊടുക്കും. പക്ഷെ ക്രെഡിറ്റ് പോവുക അവർക്കാണ്. ഇതിനൊന്നും ക്രെഡിറ്റ് വരില്ല. ഇതൊക്കെ സപ്പോർട്ടീവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്റർ കറന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരിട്ടിട്ട് നമ്മൾ കൊടുക്കുക. ബയോകെമിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ ഹൊറർ, അത്രയേ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മളിത് കൊടുക്കുന്നതെന്നാണ് പറയാം. പക്ഷേ വാസ്തവത്തിൽ ഇതാണ് വർക്ക് ചെയ്യുന്നെങ്കിലോ, അത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് നമ്മളെ പ്രശ്നം. അതായത് ഒരു ഒറിജിനൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൽ മുകളിലാണ്, അതാണ് ഹോമിയോപ്പതി, റിയൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ. താഴെ കാണുന്നത് ഒറിജിനൽ അല്ല, അത് ഫേക്ക് ആണ്. മീൻസ് ദാറ്റ്സ് നോട്ട് ഹോമിയോപ്പതി, അത് വേറെ എന്തോ ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഫേക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡൈനാമിക് ഇൻഫ്ലുവൻസ്. അത് 6th എഡിഷൻ ഫുഡ് നോട്ട് അഫോറിസത്തിൽ പറയുന്ന കാര്യമാണ്. ഇതിവിടെ പറയുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അതിൻ്റെ റെഫറൻസ് പറയുന്നത്. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇത് വായിച്ചറിയാം. ഓൺലി സോ ലിറ്റിൽ ഓഫ് മെറ്റീരിയൽ സബ്സ്റ്റൻസ്. Okay, the smallest dose can therefore contain almost entirely only the pure, freely developed conceptual medicinal energy. ആരും തെറ്റി വായിക്കരുത്. അവസാനം ഇത് ഞാൻ പറഞ്ഞാണെന്നും പറയരുത് ഹോമിയോപ്പതിക്കാരൻ. ഇത് നമ്മളുടെ ബുക്കിലുള്ളതാണ്. മെറ്റീരിയൽ കണ്ടന്റ് അല്ല ഇതിൽ വർക്ക് ചെയ്യുന്നത്. സ്പിരിച്വൽ, കൺസെപ്ച്വൽ, ഫ്രീലി ഡെവലപ്ഡ് മെഡിസിനൽ എനർജി ആണെന്ന് തന്നെയാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് വേറെ ആരും പറഞ്ഞല്ല.
ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ടാണ് ഈ ഹൈ ഡൈല്യൂഷൻ ഉണ്ടാക്കിയിരിക്കെ നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ക്രൂഡ് സബ്സ്റ്റൻസസ് നമ്മൾ കൊടുക്കുന്നത് പോട്ടെ, കൊടുത്തു, നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അത് ഹോമിയോപ്പതി ആണെന്ന് വിളിക്കുന്നത്? കാരണം ഇറ്റ്സ് ഔട്ട്സൈഡ് അവർ ഡെഫിനിഷൻ. നമ്മൾ ഡെഫിനിഷനിൽ അത് പെടുന്നില്ല. അപ്പൊ അത് ഹോമിയോപ്പതി അല്ല. അപ്പോൾ റിയൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റലിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിന് സെലക്ഷൻ ഓഫ് പൊട്ടൻസി, ഫിക്സിംഗ് ഡോസ്, റിപ്പീറ്റിംഗ് മെഡിസിൻ, ചേഞ്ചിങ് മെഡിസിൻ, ഇതെല്ലാം നമ്മൾ നോക്കുന്നത് വൈറ്റൽ ഫോഴ്സിൻ്റെ റിയാക്ഷൻ, ബോഡിയുടെ സസെപ്റ്റബിലിറ്റി, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് പഠിച്ച് ഒക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ പുസ്തകത്തിൽ. പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഐഡന്റിറ്റി ക്രൈസിസ്, തിയറി വേഴ്സസ് പ്രാക്ടിക്കൽ. പ്രാക്ടിക്കൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഹോമിയോപ്പതി എന്ന് വിളിക്കുക? ഏറ്റവും കൂടുതൽ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ഏതൊരാളടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണ് തൂജ, അല്ലേ? ആരും കേൾക്കാത്ത ആളുണ്ടാവില്ല. ഒരു അരിമ്പാറ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും പറയൽ കിടമ്പെന്നോ, അരിമ്പാറയ്ക്ക് ഏതൊരു ഇപ്പം മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് അടക്കം ചിലപ്പോൾ പറയുന്ന ഒരു മെഡിസിനാണ് തൂജ. തൂജ തേച്ചാൽ ചിലപ്പോൾ അരിമ്പാറ പോകും, സംശയമൊന്നുമില്ല. എന്തുകൊണ്ടാണ് പോകുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അതിനകത്ത് തുജോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കിൻ ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻറ്റ്, മോണോടെർപ്പീൻ എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ്, ഒരു കീറ്റോണാണ്. ഈ സംഗതി ഒരു റെസിൻ കോമ്പൗണ്ടാണ്. റെസിൻ എന്ന് പറഞ്ഞാൽ അറിയാം. ഇതെന്തിനാണ് ഈ തൂജ എന്ന് പറഞ്ഞ പ്ലാന്റിൽ ഉണ്ടായിരിക്കുന്നത്? അത് അതിൻ്റെ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമ്മളെ നേച്ചർ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ഈ റെസിൻ ഇങ്ങനെ ഒലിപ്പിച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി മൃഗങ്ങൾ വന്ന് തിന്നില്ല. അത് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ശരീരത്തിൽ അതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സാധനം. പക്ഷേ ഈ സാധനം ഒരു ഇറിറ്റൻ്റ് ആയതുകൊണ്ട് അത് വാർട്ടിൽ തേച്ചാൽ പോവും, വാർട്ട് പോവും, അതിന് സംശയമൊന്നുമില്ല. അതിനിപ്പോൾ തൂജ തന്നെ വേണമെന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്കിൻ ഇറിറ്റൻ്റ് ആയിട്ടുള്ള വേറെ എന്ത് തേച്ചാലും പോരെ. ഒരു എക്സാമ്പിൾ, എൻ്റെ മേത്തൊരു വാർട്ടുണ്ടായിരുന്നു, തൂജ തേച്ചിട്ട് പോയില്ല. അവസാനം ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ പേസ്റ്റ് കിട്ടി. ഞാൻ ചുമ്മാ വിചാരിച്ച് ഇതൊന്ന് തേച്ച് നോക്കാം. അതൊന്നും എടുത്ത് തേച്ചു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ സാധനം അവിടെ ഇല്ല. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ശരിയാണല്ലോ. അപ്പോൾ ഈ സാധനത്തിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ, അതിൻ്റെ ആ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഇറിറ്റൻ്റ് ആയാൽ മതി, അത് പോകും. പക്ഷെ അതൊരു മെഡിസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ചില കണ്ടീഷൻസ് പാലിച്ചിരിക്കണം. അതായത് അത് മറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കില്ല, അത് ഹാംഫുൾ അല്ല, സൈഡ് എഫക്ട്സ് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കൂട്ടില്ല, അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കില്ല, അങ്ങനെയൊക്കെ പല കണ്ടീഷൻസ്. അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം, അതിന് ഡോസ് ഫിക്സ് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം ചെയ്താലാണ് ഒരു സാധനത്തിനെ നമുക്ക് മെഡിസിൻ ഇന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പണ്ടതില്ലായിരുന്നു. പണ്ട് കൈ കിട്ടണതൊക്കെ മരുന്നാണ്. അസുഖം കുറേണ്ടോ നോക്കിയാൽ മതി. പച്ചവെള്ളം കൊടുത്തു, മന്ത്രിച്ചൂതി കൊടുത്തു, മരുന്നാണ്. അസുഖം മാറിയില്ലേ? ഇന്നത് പറ്റൂല. അപ്പോൾ ഇന്നത്തെ കാലത്തെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എവിഡൻസ് ബേസ്ഡ്. അപ്പോൾ ആ വണ്ടിയിൽ, ആ ബസ്സിൽ നമ്മൾ കൈ കാണിച്ച് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടോ, അതേ നമ്മൾ നോക്കണ്ടുള്ളൂ. അപ്പോൾ തൂജ ഇതാണ്. ഇതൊരു ഫേക്ക് ഹോമിയോപ്പതി പ്രൊഡക്റ്റ് ആണ്. ഇനി വേറൊരു കാര്യം, ഇത് ഹോമിയോപ്പതി എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. കാരണം ഈ സംഗതി ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, വേറെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഹെർബൽ മെഡിസിൻസുകാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഹോമിയോപ്പതി ഡോക്ടർമാർ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് അറിയാം? ഇത് ഹോമിയോപ്പതി കമ്പനികൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇത് ഹോമിയോപ്പതി കമ്പനികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പോൾ ആയുർവേദ കമ്പനിയാണ് ഇത് ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? പറയുമ്പോൾ തൂജ തന്നെയാണ്, നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ അശ്വഗന്ധ എന്ന് പറഞ്ഞ മെഡിസിൻ ആയുർവേദത്തിലെ നമ്പർ 1 ഒരു മെഡിസിനാണത്. അവരുടെ നെർവ് ടോണിക്കാണ്, റിജുവിനേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഇതൊക്കെയാണ് എന്ന് വെച്ച് നമ്മൾ കൊടുക്കാറുണ്ട് അശ്വഗന്ധ. എന്തിനാ നമ്മൾ കൊടുക്കണം? ഇൻഫെർട്ടിലിറ്റിയിൽ സ്പെർമാറ്റോജെനസിസ് അത് കൂട്ടാൻ വേണ്ടി, സ്പെർം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ കൂടിയാണ് അശ്വഗന്ധ. അപ്പോൾ ആയുർവേദ അശ്വഗന്ധ, ഹോമിയോ അശ്വഗന്ധ, അതെങ്ങനെ ശരിയാവും? ഒരു മെഡിസിൻ അത് ഹോമിയോപ്പതിക്കാണോ ആയുർവേദിക്കാണോ എന്ന് തീരുമാനിക്കുന്നത് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ലേബലല്ല, അത് അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ പ്രിൻസിപ്പിളാണ്. അശ്വഗന്ധ ഹോമിയോപ്പതിക്ക് ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ സിംറ്റം സിമിലാരിറ്റി, ദാറ്റ് ഷുഡ് ബി ഹൈലി ഡയലൂട്ടഡ്. അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് അശ്വഗന്ധ ഉണ്ടാവാൻ പാടില്ല, അപ്പോഴാണ് അശ്വഗന്ധ ആവുക. അങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്ന അശ്വഗന്ധ?
അതേസമയം ആയുർവേദ അശ്വഗന്ധ എന്ന് പറഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കൊടുത്തത് അതിനകത്ത് ഇന്ന സാധനമാണ്, ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ കൊടുക്കുമ്പോഴുള്ള കുഴപ്പം അത് ആ ചെടി മുഴുവൻ അരച്ചങ്ങ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത്. അത് മോഡേൺ മെഡിസിനിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് എന്താണ് വർക്ക് ചെയ്യണമെന്ന് നോക്കി അത് മാത്രം എടുത്ത് കൊടുക്കും. അതിന് ഡോസും ഉണ്ടാവും, അതിന് സൈഡ് എഫക്റ്റും ഉണ്ടാവും. അത് അവർ ക്ലിയർ ആയിട്ട് പറയും. അങ്ങനെയാണ് ഈ അരിപ്പ മുകളിലേക്ക് പോണത്. അതല്ലാതെ ഇത് ആരുണ്ടാക്കി എന്നുള്ളതോ ആരെഴുതി എന്നുള്ളതോ അല്ല ഒരു മെഡിസിൻ ഹോമിയോപ്പതിക് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫേക്ക് ആവുന്നത്. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ്, ആൽഫ ടോണിക്, നമ്മൾ അപ്പറ്റൈസർ, അതുപോലെ ആർണിക്ക ഹെയർ ഓയിൽ ഉപയോഗിക്കാത്ത ആരെയിലുണ്ടാവും. അധികം ആളൊന്നും കാണില്ല, ഞാനൊക്കെ അത് തേച്ച് നടന്നിരുന്ന ആളാണ്. പിന്നെ അതുപോലെ കഫ് സിറപ്പ്, അതുപോലെ കലണ്ടുല ഓയിൻമെന്റ്. ഈ കലണ്ടുല ഓയിൻമെന്റ് ഒക്കെ നമ്പർ 1 മെഡിസിനാണ്. ഇതൊക്കെ നമ്മൾ വൂണ്ട് ഹീലിങ്ങിന് നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതൊന്നും ഹോമിയോപ്പതി അല്ല. അത് അതിനകത്തുള്ള കോമ്പണൻസ്, അത് വൂണ്ട് ഹീലിങ്ങിന്, ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോർമേഷൻ, അത് ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് അത് മാറുന്നത്. അതെങ്ങനെ ഹോമിയോപ്പതിക്ക് ആവുന്നത്? അവിടെ എവിടെയാണ് ഡൈനാമിക് എനർജി, മെഡിസിൻ എനർജി എവിടെയാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും കൂടാതെ ഇനി ഒരു ഡേഞ്ചറസ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു സാധനം കൂടിയുണ്ട്. നമ്മൾ ഫേക്ക് ഹോമിയോപ്പതി കണ്ടു, ഇനി ഡേഞ്ചറസ് ഹോമിയോപ്പതി. അതിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഒരു 3 എണ്ണം ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്നു. ഒന്ന് റവോൾഫിയ സെർപെന്റീന എന്ന് പറഞ്ഞ മദർ ടിഞ്ചർ, 2 ആഴ്സനിക് അയോഡേറ്റം 3x, ഇതൊക്കെ ക്രൂഡ് സബ്സ്റ്റൻസസ് ആണ്. പിന്നെ ഒന്ന് ഫിനോഫ്തലിൻ 1x. ഇത് കഴിച്ചവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. എന്തായാലും ഇത് ഡേഞ്ചറസ് ആണ്. ഇത് എങ്ങനെയാണ് ഡേഞ്ചറസ് ആവണമെന്ന് നമുക്ക് നോക്കാം. ഫിനോഫ്തലിൻ ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇതിൽ ഫിനോഫ്തലിൻ അവിടെ കാണിച്ചിരിക്കുന്നത് അത് ഡേഞ്ചർ എന്നുള്ള ക്ലാസിഫിക്കേഷനാണ് അതിന് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പോയിസണസ് എഫക്റ്റ്. ഈ സാധനം നമ്മളുടെ ഹോമിയോപ്പതിക് മെഡിസിൻ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് കൊടുക്കുന്നത് ലാക്സേറ്റീവ് ആയിട്ടാണ്, കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഇതിനകത്ത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന WHO-യുടെ 2001 വന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് ഫാർമസ്യൂട്ടിക്കൽസ് റെസ്ട്രിക്ഷൻസ് ഇൻ യൂസ് ആൻഡ് അവൈലബിലിറ്റി. അതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യം, അത് പിൻവലിച്ചു, അതിനി അധികം ഉപയോഗിക്കാൻ പാടില്ല ഡ്യൂ ടു ഇറ്റ്സ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞ് പിൻവലിച്ച സാധനമാണത്. പല രാജ്യങ്ങളിലും അതിന്ന് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇന്ന് നമ്മളുടെ നാട്ടിൽ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സ് ഇന്ന് അവരും അത് ഉപയോഗിക്കാറില്ല. പക്ഷേ നമ്മളതാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കണേ? കാരണം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മാറ്റിയല്ലേ പറ്റൂ, നല്ല പിടിച്ചേക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ വിളിക്കുന്നത് അത് ഹോമിയോപ്പതി ആണെന്നാണ്. ഇതൊക്കെ കൊടുക്കുന്ന ഡോക്ടർമാരാണ് എന്നെ തെറി വിളിക്കാൻ വരുന്നത്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം. ഇനി ഇത് ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞ ഒരു എൻസൈക്ലോപീഡിയ എന്ന് എടുത്തതാണ്. ഇതിനെക്കുറിച്ച് തന്നെ ഫിനോഫ്തലിൻ ബാൻഡ് 1999 US FDA. ഇത് ബ്രിട്ടാനിക്ക എന്ന് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം വിക്കിപീഡിയ ഞമ്മക്ക് ഹറാമാണ്, ഹോമിയോപ്പതിക്കാർ അതിൽ നിന്ന് എടുക്കില്ല. കാരണം വിക്കിപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മരുന്ന് മാഫിയയുടെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് അത് അങ്ങനെ വരും. നിങ്ങൾ വിക്കിപീഡിയ പഠിച്ചൊന്നും പറയരുത് എന്നൊക്കെയാണ് ഉപദേശം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ബ്രിട്ടാനിക്കെന്ന് എടുത്തു. അതിലും വിവരം ഒന്ന് തന്നെയാണ്. ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എവിടെയാണ് ആ ഫിനോഫ്തലിൻ 1x. അപ്പോൾ ആ കോമ്പണന്റ് നോക്കിയാൽ അറിയാം. അതിൻ്റെ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ 81% കിടക്കുന്നത് ഫിനോഫ്തലിനാണ്. ഇത് കഴിച്ചിട്ട് വയറിളകും, എന്നിട്ട് പേര് ഹോമിയോപ്പതിക്കാണ്. ജയ് ഹോമിയോപ്പതി. ഇനി റവോൾഫിയ എന്ന് പറയുന്നത് സർപ്പഗന്ധി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ റൂട്ടും അതൊക്കെ എടുത്തിട്ടാണ് മെഡിസിൻ ഉണ്ടാക്കുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ള 2 കോമ്പണൻസ്, ഒന്ന് റിസർപ്പിനും ഒന്ന് സെർപ്പൻറ്റൈനും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. ഈ ഇൻഗ്രീഡിയൻറ്റ് സംഭവിക്കുന്നത് ഒരു കാലത്ത് 1954 മുതൽ അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ആയിട്ടും ആൻറ്റി സൈക്കോട്ടിക് ആയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡ്രഗായിരുന്നു. ഈ അടുത്താണ് പിന്നീടാണ് അത് ഒറിജിനലി ഇത് ആൻറ്റി സൈക്കോട്ടിക് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്, സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ. കാരണം ഇത് കുതിരകളിലൊക്കെ സെഡേറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൽഫ ബ്ലോക്കറാണ്. ആ രീതിയിൽ അത് ഉപയോഗിച്ചിരുന്ന സാധനം പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് കൊടുക്കുമ്പോൾ ഹൈപ്പർ ടെൻഷനും കൊള്ളാം. അങ്ങനെയാണ് ഹൈപ്പർ ടെൻഷനുള്ള ഒരു മെഡിസിനായി മാറി.
അങ്ങനെ അത് നമ്മളുടെ മോഡേൺ സയൻസ് പ്രകാരം മോഡേൺ മെഡിസിനിൽ അതൊരു വലിയൊരു മരുന്നായി മാറി. പക്ഷെ കുറെ കാലം അത് കൊടുത്തു, അല്ലെങ്കിൽ അതിൻ്റെ പഠനങ്ങൾ തുടർന്നപ്പോൾ അതിൽ നിന്ന് ഇത്രയും സൈഡ് എഫക്ട്സ് അവർ ഐഡൻറ്റിഫൈ ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഡിപ്രഷൻ ലീഡിങ് ടു സൂയിസൈഡ്. ഈ ഹൈപ്പർടെൻസീവ് പേഷ്യൻസിൽ റിസർപ്പിൻ കൊടുത്തപ്പോൾ അവർ കണ്ടത് അവരിൽ ഡിപ്രഷൻ ഉണ്ട്, പോരാത്തതിന് ലീഡിങ് ടു സൂയിസൈഡ്, ആ ടെൻഡൻസി. അപ്പോൾ അങ്ങനെ ഒരുപാടാണ്. പാർക്കിൻസോണിസ് ഉണ്ടാക്കുന്നു. പിന്നെ ഗ്യാസ്ട്രിക് അൾസറേഷൻ ആണ്. കാരണം ഇതിൻ്റെ കോളിനർജിക് ആക്ഷൻ കാരണം ഇതിൻ്റെ ആൽഫ ബ്ലോക്കറാണ്. അപ്പോൾ അതുകൊണ്ട് ആസിഡ് പ്രൊഡക്ഷനും ഒക്കെ കൂടിയിട്ട് വയറിൽ അൾസറേഷൻ ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുന്നു. അതുകൂടാതെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒരു ആഗോള പ്രശ്നമാണ്. അതുകൂടാതെ അങ്ങനെ കുറേ കംപ്ലൈൻറ്റ്സ്. പിന്നെ ഹൈപ്പോ ടെൻഷൻ, ബ്രാഡിക്കാർഡിയ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് അതിനകത്ത് ഒരു കാർസിനോജൻ ആണ് എന്ന് വരെയുള്ള സംശയം. ഇങ്ങനെ ഒരു സ്റ്റഡി വരികയും ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മെഡിസിനാണ് ഈ റിസർപ്പിൻ എന്ന് തിരിച്ചറിയുകയും ഇതിനേക്കാൾ നല്ല കോമ്പണൻസ് ഉള്ള മരുന്നുകൾ വേറെ വരികയും ചെയ്തപ്പോൾ മോഡേൺ സയൻസ്, മോഡേൺ മെഡിസിൻ ഈ മരുന്ന് ഇപ്പോൾ കൊടുക്കാറില്ല. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു ഇത് ഒരു കാലത്ത്. ഇന്നത് ഫസ്റ്റ് ലൈനിലല്ല. കാരണം ഇത് ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്, ഇതിനേക്കാൾ നല്ല മരുന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് മാറ്റി. എന്നാൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഇത് ഇന്നും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഹൈപ്പർ ടെൻഷൻ വന്ന് ഒരാൾ ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ മരുന്നാണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയാ മരുന്ന് മാഫിയ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞ് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ ചെയ്യുന്നത് ഇത്തരം നന്മകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതായത് ഒരു മെഡിസിൻ്റെ ഗുണം കണ്ടെത്തുന്നത് അവരാണ്, വളർത്തുന്നത് അവരാണ്, അതിനെ തല്ലിക്കൊല്ലുന്നത് അവർ തന്നെയാണ്. കാരണം അതാണ് സയൻസിൻ്റെ രീതി. കാരണം ലെറ്റ് എവിഡൻസ് ലീഡ് എന്നാണല്ലോ, അത് പ്രകാരം അവർ മുന്നോട്ട് പോകും. അല്ലാതെ ഹോമിയോപ്പതിക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ടല്ല അവരിത് നിരോധിച്ചത്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി റാനിറ്റിഡിൻ്റെ വിഷയം വന്നപ്പോൾ പോലും ആ ആഘോഷം കാണുമ്പോൾ നമുക്ക് തോന്നുക ഇത് ഹോമിയോപ്പതിക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് കണ്ടെത്തിയതും അവർ പറഞ്ഞിട്ടാണ് ഇത് നിരോധിച്ചതെന്നാണ് നമുക്ക് തോന്നിപ്പോവുക. ഇത് ഫാർമക്കോ വിജിലൻസിൻ്റെ ഭാഗമാണ്. കാരണം ഒരു മെഡിസിൻ ഇറക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു നിരന്തരമായ ഒരു അന്വേഷണ പ്രോസസ്സാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ വരുന്നത്. ഇത് വെച്ചുകൊണ്ട് തീരുമാനം എടുത്തൊരു സാധനം ഇന്നും നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് ഉപയോഗിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇതിൽ പരം നാണക്കേടുള്ള സാധനം വേറെന്തോ ഉള്ളത്. ആലോചിക്കുക. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഉപദേശം പണ്ട്, ഇത് പേര് ഞാൻ വായിക്കാഞ്ഞതാണ്, മീൻസ് കവർ ചെയ്യാഞ്ഞതാണ്. കാരണം പുറത്തേക്ക് വെച്ച് എഴുതി തന്നെയാണല്ലോ, കാണട്ടെ. ഇതിൽ കാണാം, അതായത് ഒരു ബിവറേജസിൻ്റെ പടം കൊടുത്തിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന കമൻറ്റ്: കാലാകാലങ്ങളിൽ ഇത്തരം പ്രചാരണങ്ങൾ വന്നും പോയും ഇരിക്കും, അതിനൊന്നും നമ്മൾ പ്രതികരിക്കേണ്ടതില്ല. ഇനി ഹാനികരമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, ജനങ്ങൾ ഇത് വല്ലതും വേണ്ട എന്ന് വെക്കുമോ? ദാ നോക്ക്, ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി വച്ചിട്ടുണ്ട്, അത് ശരിയാണ് എന്ന് അറിയുകയും ചെയ്യാം, എന്നിട്ടും കണ്ടില്ലേ ക്യൂ. അതുകൊണ്ട് വിമർശകരോട് പോകാൻ പറ. ഇതാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ഒരു സാധനം ഇഞ്ചൂറിയസ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ അത് തള്ളാനുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം നടത്തി അതിന് വേണ്ട തീരുമാനം എടുക്കാനുള്ള ഒരു മാന്യത അത് നമ്മൾ കാണിക്കണം. അത് നമ്മൾ കാണിക്കുന്നതിന് പകരം നമ്മളുടെ ഹോമിയോപ്പതി മേഖലയിലുള്ള അതോറിറ്റീസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ രീതിയിലാണ്, ഈ ആറ്റിറ്റ്യൂഡാണ്. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ് 61 വർഷമായിട്ടും ഇപ്പോഴും ഒന്നും സംഭവിക്കാത്തത്. ഈ രീതി തന്നെ കൈകാലിട്ട് അടിച്ചു പോകേണ്ടി വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ബെറ്റർ നെയിം ഫോർ ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഹോമിയോപ്പതി എന്ന് വിളിക്കണ്ട, അത് പോയി, അത് ഇല്ല അവിടെ. ഇവിടെ നടക്കുന്നത് ജർമ്മൻ ഹെർബോ മിനറൽ സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണമായിരിക്കും നല്ലത്. അതാണ്. അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം, വരുന്നുണ്ട്. അതായത് സിമിലിയ പ്രിൻസിപ്പിൾ ഇല്ല. സിമിലിയ പ്രിൻസിപ്പിൾ ഇല്ല എന്ന് പറയാൻ കാരണം നമ്മൾ പറയുന്നത്, സിമിലിയ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്, ഒരു സംഗതി ക്രൂഡ് സബ്സ്റ്റൻസിൻ്റെ ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യും. ഡ്രഗ് പ്രൂവിങ്ങിൽ പക്ഷേ ഹൈ ഡയലൂഷൻസ് കൊടുത്തിട്ടാണ് ഡ്രഗ് പ്രൂവിങ് നോക്കാൻ ഉണ്ടോ എന്ന് നോക്കുന്നത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് കൊടുത്തിട്ട് ഇവിടെ ഡ്രഗ് പ്രൂവിങ് നടക്കുന്നുണ്ട്. ഒരു ക്രൂഡ് സബ്സ്റ്റൻസ് പോലും ഇല്ലാത്ത സാധനം കഴിച്ചിട്ട് എങ്ങനെയാണ് ഡ്രഗ് പ്രൂവിങ് ഉണ്ടാക്കാൻ കഴിയുക?
അത് ഇന്നത്തെ ശാസ്ത്ര സംബന്ധമായ വിവരമുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത് നടക്കില്ല. അതിനുള്ള തെളിവുകളാണ് ഇന്ന് നമ്മൾ ആഘോഷിച്ച ദിനം, അവഗാഡ്രോ ദിനം, ആ നമ്പർ മോൾ ഡേ നമുക്ക് പഠിപ്പിച്ചത്. അപ്പോൾ അതില്ല. പിന്നെ നോ സിംഗിൾ ഡോസ്. മരുന്ന് കൊടുക്കുന്ന രീതി നമുക്കറിയാം. ഒരു മരുന്ന് ഒരു ഡോസൊന്നും അല്ല നമ്മൾ കൊടുക്കാറ്, വാരിക്കോരി കൊടുക്കുകയാണ്. ബിഗ് ഷോപ്പറൊക്കെ ആയിട്ടാണ് ചില ആളുകൾ ക്ലിനിക്കിലേക്ക് വരുന്നത്. അതുപോലെ നോ സിംഗിൾ മെഡിസിൻ, നോ വൈറ്റൽ ഫോഴ്സ്, അതില്ലാന്ന് നമുക്ക് മനസ്സിലായി. ക്രൂഡ് സബ്സ്റ്റൻസ്, ടോണിക്കും കഫ് സിറപ്പും അതുപോലെയുള്ള മദർ ടിഞ്ചറുകളൊക്കെ കൊടുക്കുന്നിടത്തൊന്നും എവിടെയും വൈറ്റൽ ഫോഴ്സ് ഇല്ല. കാരണം വൈറ്റൽ ഫോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉന്നതങ്ങളിലുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. ക്രൂഡ് സബ്സ്റ്റൻസുകൾക്ക് സാധിക്കില്ല എന്ന് നമ്മളുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മയാസം, അതെവിടെയും കോളേജിൽ പരീക്ഷയ്ക്ക് എഴുതി എന്നുള്ളതല്ലാതെ അത് എവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആർക്കും അറിയില്ല. കാരണം ഇത് ഓരോ ആളുകളുടെയും ഓരോ എക്സ്പ്ലനേഷനാണ്. ചില ആളുകൾ ഒരാൾ ചിരിച്ചാൽ പോലും പറയും. ഒബാമനെ കണ്ടിട്ട് ഒബാമ ഈസ് ട്യൂബർക്കുലർ മയാസം, സിഫിലിറ്റിക് മയാസം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കാരണം വലിയ ചെവി, മൊട്ടത്തല, അതുപോലെ ചില ഫീച്ചേഴ്സ്. ഇപ്പോൾ കൊക്കേഷ്യൻസിന് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫീച്ചേഴ്സ് അറിയാം. വെളുത്തിരിക്കുന്നു, അതുപോലെ കഷണ്ടി ഉണ്ടാവും. അതല്ലെങ്കിൽ ഏഷ്യൻസിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവർ സോറ മയാസം, അവർ സൈക്കോട്ടിക് മയാസം, ഇവർ സിഫിലിറ്റിക് മയാസം, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോണത് ഒരു റേഷ്യൽ ഡിഫറൻസസ് ഉണ്ട് മനുഷ്യന്മാരെടുത്തു കഴിഞ്ഞാൽ. അത് ഒരു മയാസത്തിന്റെ ഡിഫറൻസ് ആണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പോയാൽ നമ്മളുടെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എവിടെയാണ് എത്തി നിൽക്കുന്നത് ആലോചിക്കണ്ടേ. ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് പറയുമ്പോൾ വിവരമുള്ള ആളുകൾ അവിടെ ഉണ്ടെന്നെങ്കിലും ചിന്തിക്കണ്ടേ. എല്ലാം പോയാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ഇല്ല, ഇറ്റ്സ് ഡെഡ്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ജർമ്മൻ ഹെർബോ മിനറൽ സിസ്റ്റമാണ്. അത് വെച്ചിട്ടാണ് ഇവിടെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, നമ്മൾ മുന്നോട്ടാണോ പോണത്, നമ്മൾ ബാക്കോട്ടാണോ പോണത് എന്നുള്ളൊരു ചോദ്യമാണ് വരിക. എന്തിനാണ് നമ്മൾ റിസർപ്പിൻ ഈ റവോൾഫിയോ കൊടുക്കുന്നത്, എന്തിനാണ് അശ്വഗന്ധ കൊടുക്കണത്? അത് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഹെർബൽ മെഡിസിൻ്റെ ഭാഗമാണ്, എക്ലിപ്റ്റിക് മെഡിസിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ പോണത് ശരിക്കും ഈ മുത്തശ്ശിമാരുടെയൊക്കെ മരുന്ന് കൊടുത്ത് എന്ത് അസുഖം മാറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണോ നമ്മൾ പോകേണ്ടത്? അതോ മോഡേൺ സയൻസ് പഠിപ്പിച്ച രീതിയിൽ എവിഡൻസ് എന്ത് കാണിക്കുന്നു അതിലേക്ക് പോവുക എന്നുള്ളതാണോ നമ്മൾ എടുക്കേണ്ടത്? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഒരു പ്രോട്ടോ സയൻസ് അല്ല ആവേണ്ടത്. നമുക്കൊരു പ്രോട്ടോ സയൻസ് വേണ്ട. ഇവിടെ പ്രോട്ടോ സയൻസ് അല്ല നമുക്ക് ആവശ്യം. ഇവിടെ വേണ്ടത് മെഡിക്കൽ സയൻസാണ്, സയൻറ്റിഫിക് മെഡിസിനാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ മദർ ടിഞ്ചറും ഇതെല്ലാം ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്നാണ്. ഇതൊന്നും ആദ്യമായിട്ട് ആരും കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല. മദർ ടിഞ്ചറൊക്കെ കൊടുക്കുന്ന രീതി ഹാനിമാൻ കണ്ടത് തന്നെ ഈ എക്ലക്റ്റിക് മെഡിസിനിലും അന്ന് നിലവിലുണ്ടായിരുന്ന ഹെർബൽ മെഡിസിൻസിൻ്റെ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ്. അത് കണ്ടിട്ടാണ് ഹാനിമാൻ ഇതിലേക്ക് വരുന്നത്. ആ ഹീറോയിക് മെഡിസിൻ, വളരെ വയലൻ്റ് ആയിട്ടുള്ള ഹീറോയിക് മെഡിസിൻ കൊടുക്കുമ്പോൾ ഹാനിമാന് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത്രയും ഭീകരമായ ചികിത്സ. അപ്പം കുറച്ചും കൂടി മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കിയപ്പോൾ കണ്ടത് ഇതുപോലത്തെ ഉള്ള സാധനങ്ങളാണ്. അങ്ങനെ അത് കൊടുത്തു നോക്കിയപ്പോഴാണ് ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് കൂടുന്നു, വല്ലാതെ വഷളാവും. അപ്പോൾ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് അത് ഡയലൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹോമിയോപ്പതിയിലേക്ക് അത് വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഉള്ളി തൊലി പൊളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോട്ടോ സയൻസാണ്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴിയാനോ പോണ പോലെ ബാക്കോട്ടാണോ നമ്മൾ പോകേണ്ടത്? ഈ സാധനത്തിനെയാണോ നമ്മൾ ഇനി റിസർച്ച് നടത്തി ഇനി വീണ്ടും കാലം കഴിക്കാൻ നോക്കുന്നത്? ഇതാണ് നമ്മളെ ചോദ്യം മുന്നിലുള്ളത്. വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അത് നമ്മൾ വിചാരിക്കും ഈ പറയുന്ന ഹെർബൽ മെഡിസിൻസ് ഒന്നും ഇവിടെ ആരും സ്റ്റഡി ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇവിടെ വെൽ സ്റ്റഡീഡ് ആയിട്ട്, ഇപ്പോൾ റിസർപ്പിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഇവിടെ ആരാണ് അത് പഠിച്ചത്? നമ്മളാണോ? ഹോമിയോപ്പതിക്കാരാണോ? ഇത് പഠിച്ചത് മോഡേൺ സയൻസ് ആണ്. അവരാണ് നമ്മളോട് പറഞ്ഞത് അത് കഴിച്ചാൽ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞത്, നമ്മളല്ല. അപ്പോൾ ആ വിവരം നമ്മൾ എടുക്കണോ വേണ്ടേ? അതോ അതെടുക്കാതെ പ്രാചീന കാലത്തിൽ ഒരു പ്രോട്ടോ സയൻസിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും റവോൾഫിയ മദർ ടിഞ്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും അത് കൊടുക്കാം, അത് കൊടുക്കാനുള്ള അവകാശം വേണമെന്ന് വാദിച്ച് കോടതിയിൽ പോയി ജയ് വിളിച്ച് ഒപ്പ് ശേഖരിച്ച് വിക്കിപീഡിയ തിരുത്തി, ഇതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ആലോചിക്കുക. കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ക്ലോസിങ്. അതായത് ഒരു നേഷൻ വൈഡ് സിസ്റ്റമാറ്റിക് റിവ്യൂ അത് ഹോമിയോപ്പതിക്കാർ തന്നെ ആവശ്യപ്പെട്ട് അത് ചെയ്തേ പറ്റുള്ളൂ. അത് ആവർത്തിച്ച് പറയാണ്, അത്
എൻ്റെയോ എസൻസിൻ്റെയോ അല്ലെങ്കിൽ ഇതേപോലുള്ള വേദികൾ തരുന്ന ആളുകളുടെയോ വിമർശിക്കുന്ന ആളുകളുടെയോ ബാധ്യതയല്ല. ഹോമിയോപ്പതി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹോമിയോപ്പതി മേഖലയിലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമാണ്. അതിന് ശമ്പളം പറ്റി ഇവിടെ നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുക. ഇത്രയധികം സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്, ഇത്രയധികം വർഷങ്ങൾ ഉണ്ടായിട്ട് അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വലിയ പരാജയം തന്നെയാണ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. അതുപോലെ നമ്മളുടെ പബ്ലിക് മണി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ മാൻ പവർ. നമ്മൾ പറഞ്ഞു റൂറൽ ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കുന്ന ആ ഷോർട്ടേജ് ഓവർകം ചെയ്യാൻ കുറേ ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ടായതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ലല്ലോ. കാരണം നമ്മളുടെ ബേസിക് ഡിഗ്രി ആയിട്ട് ഹോമിയോപ്പതി പഠിപ്പിക്കുന്നത്, ഒരു സ്റ്റാൻഡ് അലോൺ മെഡിക്കൽ ഡിഗ്രി ആയിട്ട് പഠിപ്പിക്കുന്നത് തന്നെ നിർത്തണം. കാരണം ബേസിക് ഡിഗ്രി എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെഡിസിൻ ആയിരിക്കണം. MBBS എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനി വേറെ ഡിഗ്രി പേരിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് സയൻറ്റിഫിക് ആയിട്ട് എവിഡൻസ് ഉള്ള സംഗതികൾ എന്താണ്. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട എമർജൻസി കെയറോ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമറി കെയർ എന്താണോ കൊടുക്കേണ്ടത് അത് ഡോക്ടർ എന്ന പേര് വെച്ച് ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അതായിരിക്കണം ഇവിടെ ഗവൺമെൻറ് പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഇത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള, ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ഇതേപോലത്തെ സംഗതികൾ പഠിച്ചു വിട്ടിട്ട് പിന്നെ ബ്രിഡ്ജിങ്ങും ലാറ്ററൽ എൻട്രിയും പിന്നെ അങ്ങനത്തെ കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ കൊടുത്ത് ഇതൊരുമാതിരി ഏച്ച് കെട്ടിയാൽ മുടച്ചിരിക്കുന്നു പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഈ ഔട്ട്ഡേറ്റഡ് ഐഡിയോളജിയുടെ മേലിൽ ഇനി റിസർച്ച് നടത്തി കാലം കഴിക്കുന്നതിന് പകരം ഇതിൽ ഒരു പോയിന്റ്, ഡിലേയിങ് പ്രോപ്പർ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറ്റലിയിൽ ഒരു ഡോക്ടറെ ശിക്ഷിച്ചു. ഡോക്ടർ ചികിത്സിച്ച കുട്ടി മരണപ്പെട്ടിട്ട്. എന്താ കാരണം? ഓട്ടൈറ്റിസ് മീഡിയ ഒന്നാണ്, ഇയർ ഇൻഫെക്ഷൻ. അത് വന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് പകരം ഇദ്ദേഹം ഹോമിയോ മരുന്ന് വെച്ചുകൊണ്ടിരുന്നു. ആ കുട്ടി ഇൻഫെക്ഷൻ എൻസെഫലൈറ്റിസ് അടിച്ചു, കുട്ടി മരണപ്പെട്ടു. കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതേപോലെ മുന്നേ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയയിലെ ഒരു കേസ്. അതുപോലെ പല സ്ഥലങ്ങളിലുണ്ട്, പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ റിപ്പോർട്ടഡ് ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാമ്പ് കടി ഏറ്റിട്ട് 2 ആൾ മരിച്ചു. ഹോമിയോപ്പതിയുടെ കാര്യം, ഈ അവകാശവാദമൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ പാമ്പ് കടി, ഈ വിഷചികിത്സ എന്ന് പറയുന്നത്. കാരണം നമ്മളറിയാം, ഒരു പാമ്പ് കടിച്ചിട്ട് ഒരു ആളെയും കൊണ്ട് ഒരു എന്താണ് പറയില്ല, വൈദ്യർ അല്ലേ, ഇതേപോലുള്ള ഒരാളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും പച്ചലയൊക്കെ പിഴിഞ്ഞ് വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അരമണിക്കൂറോ ദിവസമോ കഴിയുമ്പോൾ പേഷ്യൻ്റ് എണീറ്റ് പോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ബൈസ്റ്റാൻഡേഴ്സ് നോക്കുമ്പോൾ എന്താണ്, വണ്ടർഫുൾ, ആൾ രക്ഷപ്പെട്ടു, കൈയടിച്ച് പാസ്സാക്കും. പക്ഷെ നമ്മൾ അവിടെ കണക്കുകൾ വെച്ച് നോക്കുക, മൊത്തം ഫേറ്റാലിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പാമ്പ് കടിയേറ്റിട്ടുള്ളൊരു ഫേറ്റാലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 25% ആണ്. അതിൽ തന്നെ ഒരു പാമ്പ് കടിച്ചാൽ ലെസ് ദാൻ 10% മാത്രമാണ് അത് പോയിസണസ് സ്നേക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ. 90% സ്നേക്കും നോൺ പോയിസണസ് ആണ്. അപ്പോൾ ഒരു വൈദ്യരുടെ അടുത്ത് 100 പേരെ കൊണ്ടുവന്നാൽ, നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ എത്ര പ്രോബബിലിറ്റി ഉണ്ട് ഒരു വിഷപ്പാമ്പ് കടിച്ച് വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? 90% നോൺ പോയിസണസ് ആയിരിക്കും. ഇതൊന്നും അറിയാത്ത കാലത്ത് പാമ്പ് കടിച്ചു വരുന്നു, പച്ചല കൊടുക്കുന്നു, ആള് രക്ഷപ്പെടുന്നു, വിഷചികിത്സ. ഇടയ്ക്ക് 1-2 മരണങ്ങൾ ഉണ്ടാവും. അവരെയാണ് വാസ്തവത്തിൽ വിഷപ്പാമ്പ് കടിച്ചത്. ബാക്കിയൊക്കെ തന്നെ രക്ഷപ്പെട്ടതാണ്. കാരണം പാമ്പ് കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കിൽ ബോധം കെട്ടു പോകും. അതുപോലെ പല കാരണങ്ങൾ, വേദന കൊണ്ട് ചിലപ്പോൾ ബോധം കെട്ടും, പേടിച്ചിട്ട്, അങ്ങനെയൊക്കെ പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷെ വരുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ആൾ എണീറ്റ് പോകും. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ഇതാണ്, യഥാർത്ഥത്തിൽ ഒരു പോയിസണസ് സ്നേക്ക് അവിടെ കടിച്ചത് എത്ര പേരെയാണ്, അതിലെത്ര പേരെ രക്ഷപ്പെട്ടു, അതാണ് നമ്മൾ എടുക്കേണ്ട കണക്ക്. അത്തരമൊരു പഠനം വരുന്നത് കൊണ്ടാണ് ഇന്ന് വിഷവൈദ്യം, നാട്ടുവൈദ്യന്മാർ അധികമാരും അതിലേക്ക് കടന്നു വരാത്തത്. കാരണം ഇന്ന് കാലം മാറി അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്ന് യഥാർത്ഥത്തിൽ എത്ര പേര് ആക്ച്വൽ ഡിസീസുമായിട്ട് വരുന്നുണ്ട്, അതിനകത്ത് എത്ര പേർക്ക് മരുന്ന് ആവശ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കണ്ടേ?
നമ്മൾ കൊടുത്ത മരുന്നുകൊണ്ട് തന്നെയാണ് അത് മാറിയത് എന്ന് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ആ ആസ്പെക്റ്റ് അവിടെ നിൽക്കെ തന്നെ നമ്മൾ പ്രോട്ടോ സയൻസിനെയാണ് ഇപ്പോൾ ഇവിടെ പരിപോഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിവിടെ ആവശ്യമില്ല. അങ്ങനെ ഒരു സംഗതി നമ്മളൊരു BHMS കോഴ്സായിട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി തുനിയ എന്ന് പറയുന്നത് തന്നെ ദാറ്റ്സ് എന്താ പറയുക, ഒരു അബ്സർഡിറ്റിയാണ്. നമ്മളെ നേഷൻ നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോങ് ആക്ഷനാണത്. അത് അവരിനിയെങ്കിലും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, വാലിഡേറ്റ് മെഡിസിൻസ് ദാറ്റ് ഈസ് വർത്ത് ടേക്കിംഗ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പറയും. പലപ്പോഴും ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ചുകൾ, ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ CCRHൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി, അവരുടെയൊക്കെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസർച്ചുകളുണ്ട്. ഇപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ കണ്ടൊരു റിസർച്ച് വെച്ചിട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇത് എത്രത്തോളം റെലവൻ്റ് ആണ് എന്ന് ഇനിയും പറഞ്ഞാൽ എനിക്ക് മതിയാവില്ല. ഇറലവൻ്റ്, ഈ കാലഹരണപ്പെട്ടു എന്ന് ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം ഒരുപാട് തെളിവുകളാണ്. ഒരു അവസാനത്തെ ഒരു തെളിവ്, ഇത് CCRHൻ്റെ വെബ്സൈറ്റിൽ ഇന്ത്യൻ ജേർണൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതി, അവരുടെ സ്വന്തം വെബ്സൈറ്റാണ്, സ്വന്തം ജേർണലാണ്. CCRH നാഷണൽ ബോഡീസ് റിസർച്ച് നടത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ 200-ൽ പരം കംപ്ലീറ്റഡ് സ്റ്റഡീസിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അവിടെ ഉണ്ട്. കേരളത്തിലെ കാര്യമാണ് നമ്മൾ ഇല്ലാന്ന് കണ്ടത്. ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി വാലിഡ് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ഏറ്റവും ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് ഒതൻറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല ഇമ്പാക്ട് ഫാക്ടറുള്ള ക്വാളിറ്റി ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ആ ജേർണൽ ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുക, ഈ ജേർണലിലാണ് ഏറ്റവും കൂടുതൽ പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ വാർത്ത നമ്മളുടെ സ്വന്തം പത്രത്തിൽ കൊടുക്കണ പോലെയാണ്. എങ്ങനെ ഉണ്ടാവും? അതുകൂടാതെ എന്താണ് ഹോമിയോപ്പതിക് ഹെറിറ്റേജ്, ഹോമിയോപ്പതിക് ലിങ്ക്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഹോമിയോപ്പതി മേഖലയിലുള്ള ചില മാസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം, മനോരമ എന്നൊക്കെ പറയണ പോലെ എല്ലാ മാസവും അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് എന്ത് വേണേലും, എന്ത് ചവറ് വേണേലും അതിനകത്ത് ഇടാം. അത്രേ അതിന് വാല്യൂ ഉള്ളൂ. അതിലൊക്കെയാണ് പബ്ലിഷ് ചെയ്തിട്ട് ഐ ആം എ പബ്ലിഷ്ഡ് ഓതർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നിൽ വരുന്നത് ആളുകൾ. ഈ പഠനമാണ് ഈ ചെറിയ പിക്കിംഗ് നടത്തിയിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇതേ കണ്ടില്ലേ ഹോമിയോപ്പതി വർക്കിംഗ് ആണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കാം, വെബ്സൈറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. കംപ്ലീറ്റഡ് സ്റ്റഡീസ് എടുത്ത് നോക്കുക. ഈ ജേർണലിലൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇതാരാണ് വാല്യൂ ചെയ്യുക? ഇതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റഡി ഇനി നോക്കുക. Comparative standardization study for determination of reserpine in Ravolfia serpentina, homeopathic mother tinctures manufactured by different pharmaceutical industries using so and so. ഇതിൽ നമ്മൾ നോക്കേണ്ടത്, ഇതൊരു വലിയ സ്റ്റഡിയാണ്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. CCRHൻ്റെ തന്നെ മെയിൻ ആള് അതിനകത്ത് ഒരു പാർട്ടാണ്. ഇവർ ചെയ്തിരിക്കുന്ന സ്റ്റഡി റിസർപ്പിൻ സംബന്ധിച്ചിട്ടാണ്. റവോൾഫിയ നമ്മൾ എന്താണെന്ന് കണ്ടു, റിസർപ്പിൻ എന്താണെന്ന് കണ്ടു. ഹോമിയോപ്പതിയുടെ മാനുഫാക്ചറിങ് ആണ് ഈ കാണുന്നത്. റിസർച്ച് ഡൺ ബൈ ഇന്ത്യൻ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി, എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്. ഇതെന്ന് ആവശ്യമുണ്ടോ ഈ സ്റ്റഡി? നിങ്ങളൊന്ന് പറയും. ഈ സ്റ്റഡി ചെയ്തുകൊണ്ട് ഈ മരുന്നിൽ ഈ സാധനത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിക്കാൻ പോയതുകൊണ്ട് ആർക്കാ ഗുണം? 5 പൈസയുടെ ഗുണമുണ്ട്. ഇതെന്നോ തള്ളിക്കളഞ്ഞ സാധനമാണ്. ഈ സാധനമാണ്, ഈ പ്രോട്ടോ സയൻസ് എടുത്തു വെച്ചിട്ടാണ് ഇത് ആദ്യമായിട്ട് ആരോ പുതിയതായിട്ട് ചെയ്യുന്ന പോലെ വലിയ കാര്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ജേർണലിലുള്ളത്. ഇതൊക്കെ വെച്ചാണ് ഹോമിയോപ്പതിയുടെ കാലം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കാം, നമ്മളുടെ തിയറി ഔട്ട്ഡേറ്റഡ് ആയി, നമ്മളെ പ്രാക്ടീസ് തിയറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹോമിയോപ്പതി മരിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന വാദത്തെ പറ്റി എന്താണ് അഭിപ്രായം? അതൊരു വാദമാണ്. അത് കണക്കുകളുമായിട്ട് വന്നാൽ നമുക്കതിൽ അഭിപ്രായം പറയാം. ഓക്കെ, ടെസ്റ്റിമോണിയൽസ്, അതുപോലെ വാദങ്ങൾ, എക്സ്പെർട്ട് ഒപ്പീനിയൻസ് നമ്മൾ കണ്ടു. അത് ആ ക്വാളിറ്റി ഓഫ് എവിഡൻസസിൻ്റെ ഏറ്റവും ബേസിൽ വരുന്ന സംഗതിയാണ്. നമുക്ക് വാദങ്ങളല്ല വേണ്ടത്. എന്തിനാ ഈ വാദത്തിൽ നിൽക്കുന്നത്? അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ വരട്ടെ. 2015 മുതലോ 14 മുതലോ ഇവിടെ ഉണ്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. എത്ര കേസ് വന്നു?
അതിലെത്ര ഇൻഫെർട്ടിലിറ്റി കേസാണ് ഒറിജിനൽ ട്രൂ, അതിലെത്ര കേസിൽ മരുന്ന് കൊടുത്തു, അതിലെത്രയാണ് അതിൻ്റെ ഔട്ട്കം, കൃത്യമായിട്ട് കണക്കുകൾ കൊണ്ടുവന്നൂടെ? ഇത് ബാക്കിയുള്ള മോഡേൺ സയൻസിലും മെഡിസിനിലും എല്ലായിടത്തും കണക്കുകൾ കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ മാത്രം കണക്കറിയാത്ത ആളുകളായതുകൊണ്ടാണോ? അപ്പം കണക്കുകളുമായിട്ട് വരിക, അപ്പോൾ നമുക്കതിനെ കമൻറ്റ് ചെയ്യാം. വാദത്തിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കേരളീയ സമൂഹം ശാസ്ത്രീയ അംഗീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഇന്നും അവൻ്റെ ഉള്ളിൽ സ്യൂഡോ സയൻസ് എന്ന് വിധിക്കപ്പെട്ട പല മേഖലകളിൽ അവൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന മുറയ്ക്ക് അവൻ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഈ ദയനീയാവസ്ഥയെ അതിവിദഗ്ധമായി ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗം ഹോമിയോ ഡോക്ടർമാരാണ്. അത് തന്നെയാണ് ഈ സ്യൂഡോ സയൻസ് നിലനിൽക്കുന്നത് പ്രധാന കാരണം. ഒരു വശം അതാണ്. പക്ഷേ ഹോമിയോപ്പതി ഇവിടെ നിലനിൽക്കാനുള്ള ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഗവൺമെൻറ് ഇത് കൃത്യമായിട്ട് പഠിച്ച് ഇതിനൊരു വ്യവസ്ഥ കൊണ്ടുവരാത്തത് കൊണ്ട് കൂടിയാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, പോസ്റ്റലായിട്ട് പഠിച്ചിട്ടൊക്കെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, പാഷൻ കൊണ്ട് പഠിച്ച ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഒരാൾ ഹോമിയോപ്പതിയിലേക്ക് വരുന്നത് എൻട്രൻസ് എഴുതി ഒരു ഡോക്ടർ ആവാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ചൂഷണം ചെയ്യേണ്ടി വരുന്നത് അവരറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷെ പൊതുജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവബോധം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കാരണം എന്നാലാണ് ന്യൂ അഡ്മിഷൻസ് ഇതിനകത്ത് കുറയുകയുള്ളൂ. ഹോമിയോപ്പതി മരുന്നുകളുടെ ഉള്ളടക്കം അറിഞ്ഞിട്ടാണോ ഡോക്ടർ മരുന്ന് നൽകുന്നത്? ഡോക്ടർമാർ നൽകുന്നത് ഞാൻ നൽകുന്നതാണോ എന്നാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നൽകൽ കുറവാണ്. ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ബാക്കിയുള്ള ഡോക്ടേഴ്സ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. സാധ്യത കുറവാണ്. ഉള്ളടക്കത്തെക്കുറിച്ച് അറിഞ്ഞ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പാത്തോഫിസിയോളജിയും അതിൻ്റെ ഒരു ഫാർമക്കോ കൈനറ്റിക്സ് ഒക്കെ പഠിച്ച് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാധ്യത വളരെ കുറവാണ്. വളരെ ചുരുക്കം ഡോക്ടേഴ്സാണ് അത്തരം ഒരു പാഷനോട് കൂടി അത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ആവശ്യമായ പഠനത്തിന് ഉതകുന്ന കോഴ്സ് ട്രെയിനിങ് നൽകി ചികിത്സ നടത്തുന്നതിൻ്റെ സാധ്യത സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അങ്ങയുടെ അഭിപ്രായം. ഹോമിയോ മെഡിസിൻ സംബന്ധിച്ച വിവരങ്ങൾ അജ്ഞാതമായി വെക്കുന്നതിൻ്റെ കാരണം. ഓക്കെ, ഹോമിയോപ്പതി പഠിച്ച് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. അല്ല, മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ഒരാൾ കയറണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ലാൻഡിനൊരു നിയമമുണ്ടല്ലോ, അത് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല. അതിൽ ഡിഗ്രി എടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുത്തേ പറ്റുള്ളൂ. അത് ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും മിനിമൽ ആൻസർ. അതല്ലാതെ തോന്നുന്നവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ പഠിക്കുക അല്ലെങ്കിൽ ഇത് പുസ്തകം വായിച്ചിട്ട് ചെയ്യുക എന്നുള്ളത് ശരിയായ രീതിയല്ല. അതാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി, അതായത് പ്രോപ്പർ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് വൈകാൻ അത് ഇടയാവും. 1. 2, അസുഖങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ ഇതിൻ്റെ ഫേറ്റാലിറ്റി കൂടുക. നമ്മൾ കൈവരിച്ചിട്ടുള്ള എല്ലാ ഹെൽത്ത് കെയർ മുന്നേറ്റങ്ങളും പിന്നോട്ടടിക്കുന്നതിന് അതിനൊരു കാരണമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഹെൽത്ത് കെയർ എപ്പോഴും റെഗുലേറ്റഡ് ആയിരിക്കണം. അതിനകത്ത് സയൻറ്റിഫിക് പ്രാക്ടീസസ് ആണ് വരാൻ പാടുള്ളത്. ഹോമിയോ ബിരുദ പഠനത്തിൽ ഹ്യൂമൻ അനാറ്റമിയും ഡയഗ്നോസിസ് ടെക്നിക്സ് ഉൾപ്പെടെ അലോപ്പതി പഠനഭാഗത്തിലെ പല സംഗതികൾ ഉപയോഗപ്പെടുന്നുണ്ടോ? മോഡേൺ ടെക്നോളജി എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതിന്ന് നാടിൻ്റെ ആവശ്യമായതുകൊണ്ടാണ്. ഹോമിയോപ്പതി ആയുഷ് മെഡിസിൻസ് സംയോജിച്ച് അലോപ്പതിക്ക് സമാന്തരമായ ഒരു ചികിത്സാ സംവിധാനം. സമാന്തരം എന്നുള്ളൊരു സംഗതി ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. കാരണം നമ്മൾ കണ്ടു എന്താണ് ഹോമിയോപ്പതി എവിടെ നിൽക്കുന്നത്, ആയുർവേദം എവിടെ നിൽക്കുന്നത് എന്നുള്ളത്. കാരണം ഇതെല്ലാം ഹോമിയോപ്പതിയുടെ കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഒരു ബേസിസ് ഇല്ല പ്യുവർ ഹോമിയോപ്പതിക്ക്. പിന്നെ നമ്മൾ കണ്ട ആ ഹെർബൽ മെഡിസിൻ എന്ന് പറയുന്നത് അതൊരു ആയുർവേദം പോലെ തന്നെയാണത്. ആൻഡ് ആയുർവേദത്തിൻ്റെ കഥ നമുക്കറിയാം, അതൊരു പ്രോട്ടോ സയൻസുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സമാന്തരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ മാത്രമുള്ള ഒരു സംഗതി അതിനില്ല. അപ്പോൾ അതിൽ ആ ചോദ്യത്തിൽ അർത്ഥമില്ല, അത് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. നേർപ്പിക്കും തോറും വീര്യം കൂടും. നാനോ ടെക്നോളജിയിൽ ശരിയാണല്ലോ എന്ന വാദത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഇതിൽ വാസ്തവമുണ്ടോ? നാനോ ടെക്നോളജി ഉപയോഗിച്ച് പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല. അതിൽ കണ്ടെത്തിയത് അവർ തപ്പി നോക്കിയ മരുന്നിൽ കണ്ടതെല്ലാം ഇമ്പ്യൂരിറ്റീസ് ആവാനാണ് സാധ്യത എന്നാണ്. ഇനി നാനോ പാർട്ടിക്കിൾസ് കണ്ടാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വേറെ വരുന്നുണ്ട്. അതായത് വെജിറ്റബിൾ സോഴ്സസിൽ നിന്ന് വരുന്നത്, അതായത് ഓർഗാനിക് സോഴ്സസിൽ എങ്ങനെയാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസിനെ കാണുക, അതൊരു ചോദ്യമാണ്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു ചില മരുന്നുകൾ എക്സ്റേ, അതുപോലെ
ലൂണ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻസ്. അപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ അത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിരിക്കണം. ഹോമിയോപ്പതിയുടെ എല്ലാ തരം മരുന്നിലും അത് അപ്ലിക്കബിൾ ആയിരിക്കണം. അത് ഏതെങ്കിലും ഒരു മെറ്റൽസിന് മാത്രം ഒരു സംവിധാനം, വെജിറ്റബിൾസിൽ വരുമ്പോൾ വേറെ ഒരെണ്ണം, അത് എക്സ്റേയിലേക്ക് വരുമ്പോൾ എനർജി, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ഫോൾസ് ആണെന്നാണ്. അപ്പോൾ നാനോ പാർട്ടിക്കിൾ തിയറി പ്രകാരം പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടൊന്നുമില്ല. അത് ഇമ്പ്യൂരിറ്റീസ് ആണ് അതിൽ കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പനിയോടുകൂടി ചുമ വന്നാൽ മാസങ്ങളോളം നിലനിൽക്കുമായിരുന്നു. പല മരുന്നുകൾ കഴിച്ചാലും മാറില്ലായിരുന്നു. അലർജിയും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 4 വർഷം മുൻപ് ഹോമിയോ കഴിച്ചതിന് ശേഷം ആ ചുമ ഇല്ല. പനിയോടുകൂടി ചുമ വന്നാലും ഒരാഴ്ച കൊണ്ട് മാറുകയും ചെയ്യും. അത് എന്തുകൊണ്ടാവാം? 4 വർഷം മുൻപ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻ്റ്ലി ഇവോൾവിങ് സംഗതിയാണ്. നമ്മൾ ജനിച്ച വീണ ഉടനെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി ലെവലായിരിക്കില്ല സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ. അതിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പറയാറുണ്ട് ചില അസുഖങ്ങൾ അത് 5 വയസ്സാകുമ്പോൾ മാറിക്കോളും എന്നാണ് നമ്മൾ പറയാറ്. നമ്മളല്ല, മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് പറയുന്ന ഒരു രീതിയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ആ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് ഇമ്മ്യൂൺ ലെവലിൽ മാറ്റം വരും. അപ്പം തന്നെ അത് മാറും. അത് നമ്മൾ കാണുന്നതുമാണ്. ചില കുട്ടികളിൽ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നിരന്തരം അസുഖങ്ങൾ വരും. കാരണം അത് അവരുടെ ബോഡിയുടെ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അത്രയും ഫങ്ഷനിങ് ആവാത്തതാണ്. അത് ഫങ്ഷനിങ് ആവാൻ വേണ്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പ്രോപ്പർ ഫുഡാണ് അതിലേറ്റവും പ്രധാനം. പ്രോപ്പർ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാന്നുള്ളത്. തൈറോയിഡിന് ഹോമിയോ മരുന്ന് കഴിക്കുന്നയാൾ ദീർഘനാളായി ഏതാണ്ട് 2 വർഷത്തോളം ഇത് നിർത്തിവെച്ചാൽ രോഗിക്ക് എന്ത് സംഭവിക്കും? മോഡേൺ മെഡിസിനിൽ അതിന് നല്ല ചികിത്സയുണ്ടോ? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രോബ്ലം, തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫിസിയോളജിക്കലായിട്ട് വരാം. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മളുടെ പ്രഗ്നൻസി ടൈമിൽ, അതല്ലെങ്കിൽ നമ്മളുടെ പ്രായപൂർത്തിയാവുന്ന സമയത്ത്, അല്ലെങ്കിൽ അനീമിക് ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചില അസുഖങ്ങളെ തുടർന്നൊക്കെ ആയിട്ട് തൈറോയ്ഡ് ലെവൽസിൽ വേരിയേഷൻസ് വരും. അത് തൈറോയ്ഡ് ഹോർമോൺസ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് നോർമൽസിലേക്ക് വരികയാണ് ചെയ്യുക. ചില ആളുകൾക്ക് ചിലപ്പോൾ കുറച്ച് നാൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും കുറച്ച് നാൾ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ അത് നോർമൽ ലെവലിലേക്ക് വന്ന് ചില ആളുകൾക്ക് മരുന്ന് നിർത്താൻ സാധിക്കാറുണ്ട്. പിന്നെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവുന്ന കാരണം ഇതൊക്കെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. അത് ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും. അപ്പോൾ ജീവിതശൈലിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂയിങ് പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മളുടെ ജോലിയുടെ ടെൻഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രെസ് ലെവൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നതിന് ശേഷമൊക്കെ. അപ്പോൾ ആ പ്രശ്നം നമ്മളുടെ ബോഡിയിൽ എത്ര നാളുണ്ടോ അത്രയും നാൾ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. ഈ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ അസുഖം. അപ്പോൾ മരുന്ന് നമ്മൾ വിചാരിക്കണ ഒരു പോയിന്റിൽ കൊടുത്തങ്ങ് വിട്ടാൽ അത് അവിടെ എത്തുമ്പോൾ ശരിയായിക്കോളും, അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പലപ്പോഴും ശരിയാവില്ല. കാരണം കുറച്ച് നാൾ തുടർച്ചയായിട്ട് കഴിച്ചാലാണ് അത് മാറുള്ളൂ. ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് തന്നെ പ്രശ്നം വരും. ഹാഷിമോട്ടോസ് ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് തന്നെ മരുന്ന് കഴിക്കേണ്ടി വരും. കാരണം തൈറോയ്ഡ് ലെവൽ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ ഒരു പത്തോളജിക്കൽ ലെവലിലേക്ക് മാറി, പത്തോളജി അവിടെ ഡെവലപ്പ് ചെയ്തു. അത് അവിടെ നിന്നും കഴിഞ്ഞ് ഒരു കാർസിനോജനിക് ആയിട്ടുള്ള, ഒരു കാർസിനോമാറ്റസ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് മാറിയാൽ, വല്ല തൈറോയ്ഡ് ക്യാൻസർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ പിന്നെ തൈറോയ്ഡ് ഹോർമോൺ കൊടുക്കുക തന്നെ വഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ലെവലിൽ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ രീതി ഒന്നാണ്. അത് പാത്തോളജിക്കൽ ലെവലിലേക്ക് മാറുമ്പോൾ അത് വേറെ ഒന്നാണ്. വീണ്ടും അത് അഡ്വാൻസ് ചെയ്യുമ്പോൾ അത് വേറെ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ബേസ് ചെയ്യുന്നത് ഈ ഡിസീസിൻ്റെ നേച്ചർ മനസ്സിലാക്കിയിട്ടാണ്. അതാണ് അവിടെ എത്ര നാൾ കഴിക്കേണ്ടി വരും നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ചിലപ്പോൾ 3 മാസം മതിയാവാം, ചിലപ്പോൾ ലൈഫ് ലോങ് ആയിരിക്കാം. ഇത് ഡിസൈഡ് ചെയ്യണത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേസ്. അങ്ങനെയാണ് വരുന്നത്. താങ്കളുടെ ധൈര്യത്തെ അനുമോദിക്കുന്നു. താങ്ക് യു. ഒരു കടുത്ത വിശ്വാസി മാത്രമേ പിന്തുടരാൻ കഴിയുകയുള്ളൂ. ഹോമിയോപ്പതിക്കൊപ്പം മതവിശ്വാസങ്ങളും ഉപേക്ഷിച്ചോ? ഹോമിയോപ്പതി ഉപേക്ഷിച്ച ശേഷം താങ്കളുടെ ജോലി എന്താണ്? ഒരിക്കൽ ഈ വിമർശനം നടത്തിയപ്പോൾ ഒരാൾ ചോദിച്ചത്, പലതരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ അവസാനം ചോദിച്ചത്, ഒക്കെ പോട്ടെ, നിങ്ങളൊരു മുസ്ലിം അല്ലേ? അപ്പോൾ പടച്ചോനെ കണ്ടിട്ടില്ല, പക്ഷെ ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പടച്ചോനിൽ വിശ്വസിക്കാമെങ്കിൽ പിന്നെ ഹോമിയോയിൽ വിശ്വസിച്ചാൽ എന്താന്ന് ചോദിച്ചു. കുഴങ്ങിയില്ലേ? എന്നാ വേണ്ട, പടച്ചോൻ വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ
അതാണ് അതിൻ്റെ ഉത്തരം. കാരണം നമ്മൾ ഈ ഇതര വൈദ്യശാസ്ത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ മതം ടച്ച് ചെയ്യാതെ ഒരു പരിപാടിയില്ല. കാരണം മതമാണ് എല്ലാം. മതത്തെ പോലെ ഈ ചില ഡോക്ടേഴ്സ് ചോദിക്കും ഇലക്ട്രിസിറ്റി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്, എന്നിട്ട് വിശ്വസിക്കുന്നത്. ഇത് വിശ്വസിക്കണ്ടല്ലോ, തൊട്ടാ അറിയാലോ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇതാണ് ആളുകൾ ഈ രീതിയിലാണ് കമ്പാരിസൺ. അപ്പം മതവിശ്വാസമൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. ഹോമിയോപ്പതി ഉപേക്ഷിച്ച ശേഷം എന്ത് ചെയ്യുന്നു? ഞാൻ പഠിച്ചിരുന്ന സമയത്ത് തന്നെ ന്യൂട്രീഷൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആ സംഗതിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ന്യൂട്രീഷൻ മെഡിസിനും അതുപോലെ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുതിയ സംഗതി, ഇതിലൊക്കെയാണ് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MSc ഡയറ്ററ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ രീതിയിൽ നമ്മളൊരു ഒരു റീസെറ്റിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെങ്ങനെ? ഹോമിയോപ്പതിയിൽ സർജറി ഉണ്ടോ? ചില ഹോസ്പിറ്റലുകളിൽ സർജറി നടത്തുന്നതായി അറിയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഹോമിയോപ്പതി ചില സ്ഥലങ്ങളിൽ സർജറി, അത് എവിടെയെന്ന് എനിക്കറിയില്ല, അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ ചില ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഷചികിത്സ നടത്തുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ എന്തായിരിക്കും അവിടെ സ്ഥിതി എന്നുള്ളത്. കാരണം അതൊക്കെ ആന്ധ്രാപ്രദേശിലാണ്. എന്താണ് ഒരു സ്ഥലം പറഞ്ഞു, ഒരു CSI ഹോസ്പിറ്റലാണത്. അവിടെ മുകളപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ. കേരളത്തിലെ അംഗീകൃത അസോസിയേഷനിൽ അവിടെ പോയി അവർക്ക് അനുമോദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് കണ്ടിട്ടായി കൊടുക്കണമെന്ന് അറിയില്ല. ഒരു പാമ്പിൻ്റെ വിഷം എങ്ങനെയാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ ആൻറ്റിവനം അല്ലാതെ മറ്റൊരു മരുന്ന് കൊടുത്ത് എങ്ങനെ അത് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുക? ഇനി അങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നോബൽ പ്രൈസ് കൊടുത്തിരിക്കേണ്ടതാണ്. അത് ഒളിപ്പിച്ച് നോക്കണത് ശരിയല്ല. അപ്പം ഇതിലിപ്പോൾ സർജറിയുടെ കാര്യം പറഞ്ഞ പോലെ ഹോമിയോപ്പതിയിൽ സർജറി പഠിക്കുന്നുണ്ട്. BHMSലെ സർജറിയാണ്. അത് സർജറി എന്താണ്, ഏതൊക്കെ ഡിസീസിലാണ് സർജറി വേണ്ടി വരിക, സർജറികൾ ഏതൊക്കെ ടൈപ്പാണ്, എപ്പോൾ റെഫർ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പഠിക്കണം. അല്ലാതെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് MS തന്നെ എടുക്കണം, മാസ്റ്റർ ഓഫ് സർജറി. അത് പക്ഷേ ഹോമിയോപ്പതി അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അല്ല. MBBS മാത്രമാണ് അതിനകത്ത് അപ്ലിക്കബിളായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർക്കെല്ലാം അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ലാറ്ററൽ എൻട്രി ഒക്കെ വഴി അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നടന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും ഇല്ല, സർജറി ചെയ്യാൻ സമ്മതിക്കില്ല. തുന്നിക്കെട്ടലും അതുപോലെയുള്ള മൈനർ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോഴുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് പരിഗണിക്കുമ്പോൾ ഹോമിയോ ഉൾപ്പെടെയുള്ള സ്യൂഡോ സയൻസുകൾ പുഷ്ടിപ്പെടാനാണ് സാധ്യത. എന്നാൽ ഹോമിയോയുടെ പരിമിതിയും ഫലമില്ലായ്മയും നമ്മുടെ യുവജനങ്ങളെ ബോധ്യപ്പെടുത്തി ഹോമിയോ പഠിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉള്ള ബോധവൽക്കരണം നടത്തുന്നതല്ലേ അഭികാമ്യം. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതാണല്ലോ നമ്മൾ ചെയ്തത്, അല്ലേ? അങ്ങനെയല്ലേ തോന്നിയത്? അതന്നെയല്ലേ നമ്മൾ ചെയ്തത്? അങ്ങനെയല്ലേ മനസ്സിലായത്? അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഇത് നേരെയാക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ഞാൻ നാളെ പോലെ നേരെയാക്കാൻ പോകും, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് നേരെയാവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ചെയ്യേണ്ട ആളുകൾ ശമ്പളം പറ്റി ഇവിടെ ഉണ്ട്, അവർ ചെയ്യും. നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും കുട്ടികൾ വന്ന് ഈയമ്പാറ്റകളെ പോലെ ഇങ്ങനെ വന്ന് വീഴുന്നൊരവസ്ഥയുണ്ട്. അവർ ഇത് അറിയണം. തിരഞ്ഞെടുക്കുകയോ തിരഞ്ഞെടുക്കാതിരിക്കുകയോ അത് അവരുടെ ഇഷ്ടമാണ്. അറിയിക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അവരെ പിന്തിരിപ്പിക്കാനോ കൗൺസിലിങ്ങിൻ്റെ സ്ഥലത്ത് പോയി ചുരുളുമായിട്ട് നിന്ന് ഓടണമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇൻഫർമേഷൻ കൊടുക്കുക. തീരുമാനം എടുക്കേണ്ടത് അത് ഇതിലേക്ക് വരുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അത് എടുത്താൽ അത് അവർ അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. അതല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതൊരു അവസരം തന്നതിന് വളരെ നന്ദി. കാരണം ഇതല്ലാതെ വേറെ വഴിയില്ല. നമ്മളുടെ സമൂഹം ഇത് കേൾക്കാൻ തയ്യാറല്ല. വ്യക്തി വിദ്വേഷവും അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപമാണ് അവരുടെ മെയിൻ അജണ്ട. അപ്പോൾ അത് വെച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മളിത് ചെന്ന് പ്രസംഗിക്കാൻ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഇത് പുറത്തേക്ക് എത്തിക്കാൻ ഇതേ വഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസരം വളരെ വാല്യുബിളാണ്. ഇത് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എന്തായാലും once again, thank you so much. Thank you.